ലീഫ് ആർട്ട് പ്രോജക്ട്സിൻ്റെ സെക്കൻഡ് ഫേസ് എക്സിബിഷൻ ഇനോഗ്രൽ ഡേയിൽ വളരെ സജീവമായിട്ട് ധാരാളം ആളുകൾ വരികയും ഈ ചിത്രകാരികളെല്ലാവരും കൂടുകയൊക്കെ ചെയ്തു. വളരെ ആവേശപൂർവ്വം തുടങ്ങി. ഇന്ന് ഇതിൻ്റെ ഒരു ക്ലോസിംഗ് സെറിമണിയിൽ നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അതിന് കുറച്ച് സമയം എനിക്ക് അനുവദിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ അത് മാത്രമല്ല, അതിലുള്ള ഓരോ പോയിൻറ്റുമായിട്ടും വളരെയധികം കേട്ടിരിക്കുമ്പോൾ തന്നെ ഉള്ളിൽ തീർച്ചയായിട്ടും ഇൻട്രാക്ട് ചെയ്യുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കേൾക്കാനുള്ളൊരു വലിയ ചെവിയുമായിട്ടാണ് ഞാൻ പറയാനുള്ള വായ തുറക്കുന്നത്. അത് ആദ്യമേ പറയട്ടെ. പക്ഷേ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ചരിത്രത്തിൽ സ്ത്രീകളുണ്ടായത് എങ്ങനെ എന്ന് ആലോചിച്ച 1998 എൻ്റെ പഠനകാലം എനിക്ക് ഓർമ്മയുണ്ട്. ചരിത്രത്തിൽ സ്ത്രീകൾ കലാകാരികൾ ഉണ്ടായത് എങ്ങനെ, അതൊക്കെ ഒരു വലിയ ആലോചനയായിട്ട് ഞാൻ അന്ന് എനിക്ക് തോന്നിയത്. കാരണം അന്ന് വിമൻ ആർട്ടിസ്റ്റ്സ് പ്രാക്ടീസിങ് രേഖ റോഡ് വിദ്യ ബറോഡയിൽ വളരെ ഇമ്പോസിങ് ആയിട്ടൊരു പ്രസൻസ്, ഗീത കപൂർ ആർട്ട് ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോസിങ് ആയിട്ടൊരു പ്രസൻസ്. Lots of women were so imposingly presenting themselves and so clearly talking about art. അത് ഞാൻ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ വളരെ ചെറിയൊരു പ്രായത്തിലാണ്. ഇന്നിപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞു പോയി, എന്തായാലും 24 വർഷം കഴിഞ്ഞു. ഞാൻ ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ചരിത്രത്തിൽ ചിത്രകാരികൾ എന്നുള്ള അത്ഭുതമേ അല്ല. നമ്മുടെ കലാചരിത്രം ഒരിക്കലും കലാകാരികളുടെ പ്രസൻസ് കൂടി വരവ് വയ്ക്കാതെ അതിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത്ര ആയിക്കഴിഞ്ഞു. ധാരാളം ഷോസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 2005-ലോ 2006-ലോ അജയ്കുമാർ ക്യൂറേറ്റ് ചെയ്ത വിമൻ ആർട്ടിസ്റ്റുകളുടെ ഒരു ഷോ അക്കാഡമിയിൽ, ലളിത് കലാ അക്കാഡമിയിൽ നടക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് അതിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ, എനിക്ക് ഹിസ്റ്ററിക്ക് ഒരു അപ്പനും അവർന്നുള്ള പിൻതലമുറയും അതെനിക്ക് എൻ്റെ മനസ്സിലെ ചരിത്രബോധത്തിന് അങ്ങനെ ലീനിയറായിട്ട് പോകാൻ പറ്റാറില്ല. ഒരു തലതൊട്ടപ്പനിൽ തുടങ്ങുന്ന സാധനമാണ് കല എന്ന് തോന്നിയിട്ടുമില്ല. അങ്ങനെ നോക്കുമ്പോൾ സ്ത്രീകളായിട്ടുള്ള കലാകാരികളുടെ ചരിത്രത്തിന് മംഗളാബായി തമ്പുരാട്ടി തുടങ്ങാം, ആണുങ്ങളുടെ ചരിത്രത്തിന് രവിവർമ്മയെ തുടങ്ങാം. ഇത് ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ മംഗളാബായി തമ്പുരാട്ടി മുതൽ ഇങ്ങോട്ട് വലിച്ചാൽ അങ്ങോട്ട് വലിയണില്ല നമ്മുടെ റബ്ബർ ബാൻഡ്. അത് കമലാദാസ് ഗുപ്തയെ എങ്ങനെ വരവ് വെക്കണമെന്ന് അറിയില്ല. കാരണം അവർ ചെയ്ത ശില്പങ്ങൾ കൃത്യമായിട്ട് ആരും ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ല. അവരൊരു വലിയ ഭർത്താവിൻ്റെ ഒരു ചെറിയ ഭാര്യയായിട്ട് പല സമയത്ത് ഒതുങ്ങിപ്പോയിട്ടുണ്ട്. എന്നാൽ അതേസമയം അവർ കൽക്കട്ട പ്രോഗ്രസീവ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമായിരുന്നു എന്ന് ഒരു സെൻറ്റൻസിൽ എല്ലാവരും എഴുതി വെക്കണമുണ്ട്. അതെങ്ങനെയാണ് ഒരേ സമയം വളരെ പ്രമുഖമായിട്ടൊരു ഗ്രൂപ്പിൻ്റെ ഒരു പ്രവണത, ഒരു ട്രെൻഡിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഒരു സ്ത്രീയുടെ പേര് പറയാം? പക്ഷെ അവരെന്താ വരച്ചത്, അവരെന്താ കാണിച്ചത്, അവരുടെ ചിന്ത എന്തായിരുന്നു, ശില്പചിന്ത എന്തായിരുന്നു? ഇപ്പോഴും നമ്മുടെ കയ്യിൽ വേണ്ടത്ര മെറ്റീരിയൽ ഇല്ല. അപ്പോൾ ഇതൊക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ തുടരൻ ചരിത്രം സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് വലിച്ചു നീട്ടി എടുക്കുന്ന ഒരു ആവശ്യമുണ്ടെന്ന് പോലും തോന്നിയിട്ടില്ല. യെസ്, വി ആർ ഫ്രാഗ്മെൻറ്റഡ്, വി ആർ ഐസൊലേറ്റഡ്, വി ആർ റാൻഡം, ആൻഡ് ദാറ്റ് ഈസ് ദ എക്സിസ്റ്റൻസ്, ദാറ്റ് ഈസ് ദ എസ്തെറ്റിക്സ് ഓഫ് ദ ഫീമെയിൽ. സ്ത്രീകളുടെ ഒരു എക്സിസ്റ്റൻസിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്ത്രീ പക്ഷപരമായിട്ടുള്ള നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള ചരിത്രങ്ങൾ അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് തന്നെയാണ്. നമുക്ക് എന്തിനാണ് ഇത്ര ഗ്യാപ്പ് ഫില്ലേഴ്സ്? പുരുഷൻ ഉണ്ടാക്കിയ ഒരു ചരിത്രം സ്ത്രീകളായിട്ടുള്ള പലരെയും വളരെ ഇഗ്നോർ ചെയ്തുകൊണ്ടുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള കലാചരിത്രവും അതിന് യോജിച്ച കലയുടെ സാമൂഹിക രൂപങ്ങളും. അപ്പോൾ അത് എങ്ങനെ വന്നോ അതേ മട്ടിൽ അതിൻ്റെ ഒരു സിസ്റ്റർ കൺസേൺ ആയിട്ട് ചിത്രകാരികളുടെ ഒരു ചരിത്രം പറയണം എന്നുള്ള ഒരു നിർബന്ധവും എനിക്കില്ല. അതൊരു പോയിന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മളിതിനെ എങ്ങനെ കാണണം, നമ്മളെ തന്നെ എങ്ങനെ മനസ്സിലാക്കണം? അവസാനം നമ്മുടെ കുറ്റബോധം തീർക്കാൻ നമുക്ക് 20-ാം നൂറ്റാണ്ടിൽ ഒരു TK പത്മിനിയെ കണ്ടുപിടിച്ചു. ആൻഡ് വി ആർ സോ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. അപ്പോൾ പത്മിനിക്ക് ശേഷം എന്താ? പ്രളയം. നമ്മുടെ ചുറ്റും എന്താ? നമ്മുടെ ചുറ്റുമുള്ള ചിത്രകാരികളെയൊക്കെ നമ്മൾ അവസരം കൊടുത്ത് വലുതാക്കി കൊണ്ടുവരണം. നമ്മൾ അവസരം കൊടുക്കണ്ടേ?
നമ്മൾ നമ്മൾ 10 പേരുണ്ടെങ്കിൽ 5 പേര് സ്ത്രീകളാവണമല്ലോ, അത് കാണാണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് 5 പേര് സ്ത്രീകൾ, 5 പേര് പുരുഷന്മാർ എന്നൊക്കെ വെച്ച് നമ്മുടെ ഇടയിൽ പലപ്പോഴും എക്സിബിഷൻസ് നടക്കുന്നുണ്ട്. അങ്ങനെ പോയി ഈ കാര്യങ്ങളൊക്കെ നടക്കുക, ഈ കൺഫ്യൂഷൻസ് നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ചരിത്രം നമ്മൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞാൻ 2005 കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ 2 പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഭാഗ്യം ആയിരുന്നു. അവിടുന്ന് 2010 എത്തുമ്പോൾ തന്നെ 5 കൊല്ലത്തിനുള്ളിലെ മാറ്റങ്ങൾ ഞാൻ കാണുകയാണ്. 2012 ശേഷം നോക്കുമ്പോൾ ക്ലാസ്സിൽ ഒരു 5 or 6 പെൺകുട്ടികൾ, പതുക്കെ പകുതിയിലധികം സ്ത്രീകൾ പഠിക്കുന്ന ഒരു കോളേജാണ് ഇപ്പോൾ ഫൈൻ ആർട്സ് കോളേജ്. ഇതിനിടയിലൂടെ അനവധി മനുഷ്യർ, ആർട്ട് ട്രെയിൻഡ് ആയിരുന്നവരും ട്രെയിൻഡ് അല്ലാത്തവരും ഒക്കെ ആയിട്ട് കലയിലേക്ക് കടന്ന് കയറി സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ കുറേ മനുഷ്യർ സ്ത്രീകളായിട്ട് ഇവിടെയുണ്ട്, കുറേ സ്ത്രീകൾ മനുഷ്യരായിട്ടും ഉണ്ട്. അപ്പോൾ ഇനി ഇതിനെങ്ങനെയാണ് ഹിസ്റ്റോറിസൈസ് ചെയ്യേണ്ടത്? അപ്പം നമ്മൾ പഠിച്ച കലാചരിത്രത്തിൻ്റെ ടൂൾ വെച്ചിട്ടൊന്നും ഈ സ്ത്രീകളുടെ ഒരു ബൗദ്ധികതയെ അടയാളപ്പെടുത്താൻ പറ്റില്ല. സ്ത്രീകളുടെ ബൗദ്ധികതയെ അടയാളപ്പെടുത്താത്തിടത്തോളം കാലം കലാകാരി എന്ന് പറയുന്നത് ഒരു കലാകാരൻ്റെ, ഒരു മെയിലായിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ ഒരു സ്ത്രീലിംഗം ആയിട്ട് കലാകാരി മാറും. അതായത് പുരുഷന്മാർ എങ്ങനെയൊക്കെയാണോ ഈ സമൂഹത്തിൽ കലാകാരന്മാരായിട്ട് ജീവിച്ചത് അതിൻ്റെ ഒരു ഫീമെയിൽ വെർഷൻ, വളരെ സെൽഫ് സെൻറ്റേർഡ് ആയിട്ട്, വളരെ മെഗലോമാനിയാക്കായിട്ട്, പരസ്പരം കണക്ട് ചെയ്താൽ തന്നെ പലതരം സംഘർഷങ്ങളിലൂടെ. മൈത്രി എന്നൊക്കെ പറയുന്ന സാമൂഹിക രൂപമൊന്നും നമുക്ക് നമ്മുടെ ഇടയിൽ നടക്കാതാവും പോലെ ആധുനിക കലാകാരൻ എന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട് സ്വന്തമായി ഒറ്റയ്ക്ക് നിൽക്കുന്നവനാണ്, പ്രതിഭാശാലി, ഐക്കോണിക് ആയിട്ടുള്ള ഒരാൾ. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇത്രയും സംസാരിച്ചത് മുഴുവൻ ചരിത്രത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന, ചരിത്രം ഉണ്ടാക്കാനായിട്ട് ചരിത്രകാരന്മാർക്ക് ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരുപക്ഷെ കേട്ടിരിക്കുന്ന കലാകാരന്മാർക്ക് തോന്നുന്നുണ്ടോ ഇതൊന്നും അല്ലല്ലോ, നമ്മുടെ പ്രശ്നങ്ങൾ വേറെ ചിലതല്ലേ? അതെ, സ്ത്രീകളുടെ യഥാർത്ഥ ബൗദ്ധികമായിട്ടുള്ളൊരു ചരിത്രം എന്തായിരുന്നു കലയിലൂടെ കടന്നു പോകുമ്പോൾ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തു. അത് കലയുടെ ഒരു ചരിത്രം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ എവിടെ തുടങ്ങണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഭാഷയിലൊരു പ്രതിസന്ധിയിൽ നിന്നാണ്. അപ്പം ഞാൻ എഴുതി കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങളൊന്ന് വായിക്കാം, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഞാൻ ചില കാര്യങ്ങൾ വിട്ടുപോകും. സ്ത്രീകളുടെ ഏത് ശ്രമവും എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ഉണ്ടായി. ഈ ടൈറ്റിൽ ആലോചിച്ചപ്പോൾ രഞ്ജു തന്നെ എന്നോട് പറഞ്ഞു, തിങ്കിങ് ത്രൂ എന്ന് പറയുമ്പോൾ നമുക്കത് അങ്ങോട്ട് ഒരു എന്തോ ഒരു വലിപ്പം തോന്നുന്നില്ല എന്ന് തോന്നുന്നു. രഞ്ജു പറഞ്ഞു, ഓക്കെ നമുക്കത് റീതിങ്കിങ് എന്ന് പറഞ്ഞാലോ എന്ന് ചോദിച്ചു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഓൾറെഡി ഒന്നുണ്ടെങ്കിലല്ലേ അതിനെ നമുക്ക് റീതിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾറെഡി ഒരു ആർട്ട് ഹിസ്റ്ററി ഉണ്ടെങ്കിലല്ലേ നമുക്കതിനെ, സ്ത്രീയുടെ പുരുഷൻ്റെ ആവട്ടെ, നമ്മൾ നിൽക്കുന്ന എവിടെയാണെന്ന് നല്ലോണം ആലോചിച്ച് നോക്കുമ്പോൾ കലയ്ക്ക് തന്നെ ഒരു ചരിത്രം ഇല്ലാത്ത സ്ഥലത്തിരുന്നിട്ടാണ് നമ്മൾ ഈ ആലോചിക്കുന്നത്. അപ്പോൾ അതിലേക്കൊന്ന് കടക്കണം. കേരളത്തിൽ പരസ്പരബന്ധമുള്ള ഒരു കലാചരിത്രത്തെ ഭാവന ചെയ്യുകയും അതിൽ മൗലികതയോടെ പ്രവർത്തിച്ച സ്ത്രീപക്ഷ ബൗദ്ധികതയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുകയും ചെയ്യാൻ നാം ആദ്യം ചെയ്യേണ്ടി വരുന്നത് 20-ാം നൂറ്റാണ്ടിലെ കലാപ്രയോഗങ്ങളിൽ വരമൊഴി, അച്ചടി, സാഹിത്യ മേധാവിത്വം കൊണ്ട് ഭാഷയെക്കുറിച്ചുണ്ടായിട്ടുള്ള ചരിത്രപരമായ ഒരു പ്രതിസന്ധി ഇന്നും ഒഴിയാതെ നിലവിലുള്ളത് മനസ്സിലാക്കുക എന്നാണ്. അതാണ് ഈ അവതരണത്തിൻ്റെ ആദ്യ ഭാഗം. അതിനോട് കലാകാരികൾ മൗലികമായി പ്രതികരിച്ചത് എങ്ങനെയെന്ന് കാണുക എന്നതാണ് രണ്ടാം ഭാഗം. റിയലിസം, അതുണ്ടാക്കിയ ഫിഗറേഷൻ്റെയും പ്രതിനിധാനങ്ങളുടെയും ഭാരം, ദ റെപ്രസെൻറ്റേഷണൽ ഡൈലമാസ് ഓഫ് 19th century പെയിൻറ്റർ എന്നൊക്കെ രവിവർമ്മയെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഈ റെപ്രസെൻറ്റേഷണൽ ഭാരങ്ങൾ പുരുഷൻ്റേതായിട്ടാണ് നമ്മൾ ഇത്രയും കാലം അനുഭവപ്പെട്ടിട്ടുള്ളത്. നമുക്കൊന്നും പിന്നെ നമ്മളൊക്കെ ബി റെപ്രസെൻറ്റഡ് അല്ലേ, നമുക്ക് പ്രത്യേകിച്ച് ആരും റെപ്രസെൻറ്റ് ചെയ്യാനില്ലല്ലോ എന്ന് കരുതുന്ന ഒരു പാസീവ് കർത്തൃത്വത്തിൽ നമ്മളെ ശീലിപ്പിച്ചിരിക്കുന്ന സമൂഹത്തിൽ സ്വതവേ അങ്ങനെയല്ലേ കാണേണ്ടത്. അപ്പോൾ ആ പ്രതിനിധാനങ്ങളുടെയൊക്കെ ഭാരം, പിന്നെ റിയലിസം, അതിൻ്റെ ഒരു ഫിഗറേഷൻ, ഇതിനോടൊക്കെ കലാകാരികൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? കലാകാരികൾ ബദലായി വികസിപ്പിച്ചിട്ടുള്ള ഉടൽ ബോധ കേന്ദ്രങ്ങൾ എന്താണ്? സ്വയം അഴിച്ചു പണിയുന്ന മറ്റൊരു പുരുഷ ചിന്ത ഉണ്ടാകുന്നുണ്ടോ ഇതിൻ്റെ ഇടയിലൂടെ? അതുണ്ട്. അതിൽ 1-2 ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം. പക്ഷെ അതുപോലെ ആലോചിച്ചാൽ പലതും കിട്ടും. ഞാനിപ്പോൾ പറയുന്നതെല്ലാം ആലോചിക്കാനുള്ള ചില സ്പെസിമെൻസ് മാത്രമാണ്. അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഈ ആലോചനാ കേന്ദ്രങ്ങളുടെ കുഴപ്പങ്ങളും ചൂണ്ടിക്കാണിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. അതോറിറ്റി ഒരു പുരുഷഭാരമാണ്, എനിക്കതില്ല. അപ്പോൾ ഇന്ദ്രിയാനുഭവങ്ങളുടെ സംസ്കാര ചരിത്രത്തിൽ ഇന്ന് കലാകാരികൾ കടന്നു കയറി പാഠാന്തരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്.
നമ്മുടെ മുമ്പിലിരിക്കുന്ന, നമ്മളോടൊപ്പം ജീവിക്കുന്ന, നമ്മുടെ പ്രായമൊന്നും ഇല്ലാത്തവരും ഉള്ളവരുമായിട്ടുള്ള സ്ത്രീകൾ തന്നെയാണ് അത് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി പലപ്പോഴും നമ്മുടെ ഇടയിൽ ക്യൂറേറ്റഡ് ഷോസ് ആയിട്ട് വരികയും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവസരം കൊടുക്കലായിട്ട് ചുരുങ്ങുകയും ചെയ്യുന്നുണ്ട്. വർക്കിലേക്ക് എങ്ങനെ കാണണം, അത് ചർച്ച ചെയ്യപ്പെടണം. അവിടെ മാത്രമേ നമുക്കൊരു ബൗദ്ധികമായിട്ടുള്ള ചരിത്രം ഉണ്ടാവുള്ളൂ. എന്തായാലും ഇതിനൊക്കെ കലാകാരികളുടെ കേസ് സ്റ്റഡി ഉണ്ട്. അതാണ് രണ്ടാം ഭാഗം. മൂന്നാമതൊരു ചെറിയ 3-4 ചെറിയ ഭാഗങ്ങൾ തങ്ങളുടേതല്ലാത്ത ഭാഷാ പ്രതിസന്ധികളെ കലാകാരികൾ സ്ഥാപനപരവും പ്രക്രിയാപരവുമായൊരു തൻ്റെ ഇടം ഉണ്ടാക്കി അവഗണിച്ചതെങ്ങനെ, അതും കാണണം. കലാകാരിയുടെ തൊഴിലാളി വർഗ സമീപനങ്ങൾ അവിടെ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അതിൽ കലയും തൊഴിലിടവും സ്ത്രീകളും തമ്മിലുള്ള ബന്ധത്തിന്റെ പുതിയ സ്ക്രിപ്റ്റിംഗ് നടക്കുന്നുണ്ട്, നമ്മുടെ മുമ്പിൽ നടക്കുന്നുണ്ട്. അതാണ് ഈ അവതരണത്തിന്റെ മൂന്നാം ഭാഗം. നാലാമത്, ഇന്ന് സമകാലിക കലാലോകത്ത് വ്യവസ്ഥയുടെ ഉദാരതയ്ക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അവസരം കൊടുക്കലുകൾ, അതിനൊക്കെ പുറത്തു വെച്ച് ഒരാൾ ചിത്രകാരിയോ ശില്പിയോ ദൃശ്യകലാകാരിയോ ആകുന്നത് എങ്ങനെ? ഈ പുറത്ത് നിൽക്കുന്ന ആളുകളെ ഈ വ്യവസ്ഥയുടെ ആവശ്യമാണ് എന്നുള്ളിടത്തോളം അവരെക്കുറിച്ച് വ്യവസ്ഥ അവർക്ക് കൂടുതൽ അവസരങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങളാണെന്ന് പറഞ്ഞ് കോപ്റ്റ് ചെയ്യാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ നോക്കിയാൽ വ്യവസ്ഥ തരുന്ന സാഹചര്യങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് അവർ അവരുടെ കലാകാരിത്വത്തെ ഒരു പുറത്ത് വികസിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ തോന്നാം. പക്ഷേ കലാകാരി ആവുക എന്ന് പറഞ്ഞ പ്രോസസ്സ് ഒരു വ്യവസ്ഥയുടെയും സഹായം കൊണ്ട് നടക്കണതല്ല. അത് വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായും വ്യവസ്ഥയ്ക്ക് പുറത്തും മാത്രമേ നടക്കൂ. അപ്പോൾ അവിടെ എങ്ങനെയാണ് വ്യവസ്ഥയ്ക്ക് പുറത്ത് ഇവിടെ കലാകാരികൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ആരെയും ഇവിടെ ഉണ്ടാക്കുന്നില്ല. സ്ത്രീകളായിട്ടുള്ള കലാകാരികളായിട്ടുള്ള മനുഷ്യരെ ആരും ഉണ്ടാക്കുന്നില്ല. അവരവർ തൻ്റെ ഇടങ്ങൾ ഉണ്ടാക്കുകയും ആ ഇടങ്ങളിൽ കൃത്യമായി പരസ്പര ബന്ധത്തോടെ ചരിത്രപരമായ റെസിപ്രോക്കേഷനോടെ ഈ സ്ത്രീകൾ ഇവിടെ പലതും കാണിക്കുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. അതിന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചരിത്രം എഴുതുമ്പോൾ ഒരു ആദ്യത്തെ പ്രധാനമായിട്ട് വരുന്ന ചോദ്യം. ഒന്നാമത്തെ, ഈ ഭാഷയിലെ പ്രതിസന്ധി പറയാം. കലാചരിത്രത്തിൽ പാശ്ചാത്യ സന്ദർഭങ്ങളിൽ ഉള്ളതുപോലെ ഇവിടെയും നിലവിലുള്ള എന്തിനെയോ പുനർചിന്തനം നടത്തുകയല്ല. അതിന് സാധിക്കും വിധം കലാകാരന്മാർ സൃഷ്ടിച്ച ഒരു സുസംഘടിത രൂപത്തിലുള്ള കലാചരിത്രം നമുക്കിനിയും ഇല്ല. നമുക്ക് കലാകാരന്മാരും കുറച്ച് അക്കാദമിക സ്ഥാപനങ്ങളും കലയെക്കുറിച്ചുള്ള ചില ചിതറിയ രചനകളും പ്രൊഫഷണലിസം ഇല്ലാത്ത ഗാലറികളും ഒക്കെയാണുള്ളത്. അതായത് നമുക്ക് നിലവിൽ പ്രൊഫഷണലിസം എന്ന് വെച്ചാൽ സ്പോട്ട് ലൈറ്റും വൈറ്റ് ക്യൂബും അല്ല. കലാകാരനുമായി ആ ഗാലറിസ്റ്റ് ഉണ്ടാക്കുന്ന ബന്ധങ്ങളാണ്, നിയമബന്ധങ്ങളും കലയുടെ അഡ്വക്കസിയും. അതൊക്കെ ആണ് ഈ പ്രൊഫഷണലിസം ഞാൻ ഉദ്ദേശിച്ചത്. അതൊന്നും വേണ്ട രീതിയിൽ ഇല്ലാത്തതുമായൊരു സ്ഥലമാണിത്. പക്ഷേ തീർച്ചയായും നമുക്ക് പിതൃമേധാവിത്വവും അതിൻ്റെ സാമൂഹിക രൂപങ്ങളും ഉണ്ട്. അവ ചില വിഷയങ്ങൾ തീർച്ചയായും ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് കല, കലയും സമൂഹവും തമ്മിലുള്ള ബന്ധമെന്ത്, കലയ്ക്ക് വേണ്ടിയാണോ സമൂഹത്തിനു വേണ്ടിയാണോ, വരമൊഴിയും ദൃശ്യവും വെർബൽ വിഷ്വൽ ദൃശ്യ സമാശ്ലേഷണ ബന്ധം എന്താണ്, ചിത്രകല നൂറ്റാണ്ടുകളിലൂടെ എന്താണ്, അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, സാഹിത്യത്തിന്റെ പക്ഷത്ത് നിന്നാണ് എന്താണ് ആധുനികത എന്ന് നമ്മൾ ഇവിടെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സാഹിത്യത്തിന്റെ പക്ഷത്ത് നിന്നാണ് എന്താണ് പുരോഗമന കല എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോ ആദ്യത്തെ പ്രതിസന്ധി ഭാഷയെക്കുറിച്ചാണ്. ആധുനിക സമൂഹത്തിൽ നിലവിലുള്ള ഭാഷയുടെ അധികാരം അതിൻ്റെ വരമൊഴി രൂപത്തിലാണ് പൊതുവെ വെളിപ്പെട്ടത്. അങ്ങനെ എഴുത്തധികാരവും അച്ചടി മൂലധനാധികാരവും ചേർന്നു വരുന്ന ഭാഷകൾ സ്വരൂപിക്കുന്ന ഭാവനാത്മകവും ശാസ്ത്രീയവുമായ ശേഷികളാണ് ഒരർത്ഥത്തിൽ കല എന്താണെന്നും അതിൻ്റെ ചരിത്രം എന്താണെന്നുള്ള ബോധം നിർമ്മിച്ചത്. അതാണ് നമുക്ക് ഒരു മുതിർന്ന കലാകാരൻ, അയാളുടെ ശിഷ്യൻ അതുപോലെ ഒരാൾക്ക് കിട്ടുന്ന അംഗീകാരങ്ങളുടെ പോയിന്റേഴ്സ് വെച്ചിട്ട് അയാളുടെ പ്രാധാന്യം നിശ്ചയിക്കുക. ഒരാൾ ഏത് ഉറവിടമാണോ, അയാൾ സമൂഹത്തിൽ അപ്പർ ലെയറിലുള്ള ആളാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെയറിലേക്ക് അയാളുടെ ബിഹേവിയർ കൊണ്ട് മാറ്റിയെടുക്കുക അയാളെ, എങ്കിൽ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു അയാളെ, അല്ലെങ്കിൽ അയാളെ നമ്മൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ വേണ്ട മാർക്കർ ഒന്നും ഇല്ലാത്ത മനുഷ്യന്മാർ പലപ്പോഴും സൈഡ് ലൈൻഡാണ്. അപ്പോഴും അത് ഇതുകൊണ്ടാണ്. അടയാളപ്പെടുത്താൻ ഒരു മാർക്കറും ഇല്ലാത്ത സ്ത്രീകളെ നമുക്ക് അടയാളപ്പെടുത്താൻ ഒരു പ്രോബ്ലം ഇല്ല സ്ത്രീപക്ഷമായിട്ടുള്ള ഒരു കലാചരിത്രത്തിൽ. അതിലേക്കാണ് ഈ പ്രസന്റേഷൻ അവസാനം വന്ന് നിൽക്കുക. ചിത്രങ്ങളും സ്ത്രീകളെ പോലെ സാഹിത്യ പുരുഷരുടെ ഒരു നിസ്സംഗ ചിഹ്ന വ്യവസ്ഥയായി, വഴിയെ ആശ്രിത ചിഹ്ന വ്യവസ്ഥയായി,
ചിത്രങ്ങളെക്കുറിച്ച് സാംസ്കാരികമായ ആധികാരികതയുടെ ആശയങ്ങൾ ഉപയോഗിച്ച് ഈ അച്ചടി മൂലധനാധികാരം ചർച്ച ചെയ്തിരുന്നില്ല. പലപ്പോഴും കാണുന്ന ചിത്രങ്ങളെക്കുറിച്ച് എന്തെഴുതാനാണ്? പത്രങ്ങളിൽ പോലും ആർട്ട് റിവ്യൂസ് പതുക്കെ ക്ഷീണിച്ച് ചത്തുപോയതല്ലേ നമ്മൾ കാണുന്നത്. ഇപ്പോൾ കലയെ കുറിച്ച് രക്തപത്രങ്ങൾ എഴുതുന്നുണ്ട്. കല ഏറ്റവും സജീവമായിട്ട് നിൽക്കുന്ന കാലമാണ്. നിങ്ങളൊന്ന് ഓർക്കണം, ഇന്ന് ഏറ്റവും സജീവമായിട്ട് ഇന്നത്തെ ഇവിടുത്തെ യുവാക്കളും മുതൽ വൃദ്ധരായിട്ടുള്ള മനുഷ്യന്മാർ വരെ ചിത്രങ്ങൾ പുതുതായിട്ട് വർക്ക് ചെയ്യുകയും അവർ പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്ന കാലത്ത് എത്ര പത്രത്തിൽ നിരൂപണങ്ങൾ വരുന്നുണ്ട്. നമ്മളിടുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല നിരൂപണം, അത് വേറൊരു സംഗതിയാണ്. അവിടേക്ക് എത്ര പേർക്ക് വരാൻ പറ്റുന്നത്? ഏതെങ്കിലും ആർട്ട് ക്രിറ്റിസിസം ഇന്നത്തെ ഇവിടുത്തെ മുഖ്യധാര എന്താ പറയുക സാമൂഹിക രൂപങ്ങൾ, മ്യൂസിയങ്ങൾ, ഗാലറികൾ, ബിനാലികൾ, അതൊക്കെ ഏതെങ്കിലും ഒരു ക്രിട്ടിക്കിനെ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, പ്രൊമോഷണൽ ലിറ്ററേച്ചർ എഴുതാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ പട്ടിപ്പണിയെടുക്കാൻ നമുക്ക് കലാ എഴുത്തുകാരെ ആവശ്യമുണ്ട്. അതെടുക്കില്ലെന്നുള്ള തീരുമാനവും സ്ത്രീകൾക്ക് വളരെ പെട്ടെന്ന് പറ്റും. എനിക്കൊക്കെ പറ്റി, കാരണം എനിക്ക് ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. കാരണം നമ്മളെ ആരും ക്രിട്ടിക്കായിട്ട് സമ്മതിച്ചിട്ടില്ല, പിന്നെയാണോ നഷ്ടപ്പെടാൻ? എന്തൊരു സുഖമാണെന്നറിയോ, പണ്ടത്തെ നമ്മുടെ ഇത് പറഞ്ഞ പോലെയാ, ഗറില്ല ഗേൾസ് പറഞ്ഞ പോലെ. അപ്പൊ ചിത്രകല സമൂഹത്തെ ബാധിക്കുന്നില്ലെന്നും ചിത്രകാരൻ ഒരു സബ് കൾച്ചർ പോലെ നിലനിൽക്കുന്നുണ്ടെന്നും അങ്ങനെ പെരുമാറുന്നുണ്ടെന്നും ഒരു പൊതുധാരണയുണ്ട്. നമ്മൾ സമൂഹത്തിലൊരു പ്രശ്നം വന്നാൽ ചിത്രകാരന്മാരോടോ കലാകാരന്മാരോടോ ആരെങ്കിലും ചോദിക്കാറുണ്ടോ? സാഹിത്യകാരന്മാർ സാംസ്കാരിക നായകരാ. നമ്മുടെ കനായി കുഞ്ഞിരാമനോട് സമൂഹത്തിലൊരു പ്രശ്നം ഉണ്ടായി, കനായി കുഞ്ഞിരാമൻ എന്തു പറയുന്നു എന്നാരും ചോദിക്കാറില്ല. NN റിംസൺ എന്ത് പറയുന്നു എന്നും ചോദിക്കാറില്ല. സജിത ശങ്കർ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ടോ? ചോദിക്കാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഇവരോടൊക്കെ ചോദിച്ചെന്ന് വരും. അതെപ്പോഴാ? സ്ത്രീകളുടെ ഒരു പ്രശ്നം വന്നാൽ, കലയെക്കുറിച്ചൊരു പ്രശ്നം വന്നാൽ ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. അത് എന്നോടും അങ്ങനെയാ. സ്ത്രീ പ്രശ്നം നമുക്ക് തലയിലെഴുത്താം. പൊതുവായൊരു സമൂഹത്തിന്റെ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾക്കൊരു അഭിപ്രായം പറയുന്ന കാര്യം, നമ്മൾ അങ്ങനത്തെ ഒന്നും ഒരു പവർ പീപ്പിളേ അല്ല. അതെന്താ കാരണം? അപ്പൊ ചിത്രകല പലപ്പോഴും ഒരു അങ്ങനെ ഈ പൊതുധാരണ സാഹിത്യ വരമൊഴി മേധാവിത്വത്തിന്റെ ശക്തി കൊണ്ടാണെന്ന് ഉള്ളത് കൊണ്ട് താൻ ജീവിക്കുന്ന സമൂഹവുമായി ഇടപെടാൻ ചിത്രശില്പ കലാകാരന്മാർക്ക് ഭാഷാപരമായ ചില തന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നു. രവിവർമ്മ ആ തന്ത്രം ഉപയോഗിച്ചിട്ടുണ്ട്. രവിവർമ്മ ആധുനികനായത് സത്യത്തിൽ നമ്മുടെ ഇടയിൽ നാട്ട് ആരാധനാ സമ്പ്രദായങ്ങളെയും ഈ പറഞ്ഞ പോലെ ഫോക്കായിട്ടുള്ള പല പ്രാക്ടീസസിനെയും തള്ളി മാറ്റി ആധുനികമായ ഒരു മതയുക്തി ഇവിടെ ആവശ്യമായി വന്ന ഘട്ടത്തിലാണ് ഈ മതയുക്തിയെ കയ്യിൽ വെച്ച് താലോലിക്കുന്ന ക്ലാസിക്കലായിട്ടുള്ള സാഹിതീയ ഭാവനയ്ക്ക് ഒരു വളരെ യുക്തിബദ്ധമായ ഫോട്ടോസ് ഓഫ് ഗോഡ്സ് എന്ന് പറഞ്ഞ പോലെ ഇടാനുള്ള ഒരു ഭാഷയാണ് രവിവർമ്മ ഉണ്ടാക്കിയത്. രവിവർമ്മയുടെ റിയലിസത്തിൽ കൃത്യമായ ഒരു റീസണിങ് ഉണ്ട്. അങ്ങനെ അതുപോലത്തെ ഒരു റീസൺ രവിവർമ്മ ഉപയോഗിച്ച നാച്ചുറലിസം ശരിക്കും ഒരു തന്ത്രമായിരുന്നു, ഭാഷാതന്ത്രമായിരുന്നു. അത് ഒരുപക്ഷെ താനല്ലാത്ത തൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ എന്തിനൊക്കെയോ ഉള്ള ആഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ പുതുതായി ഉണ്ടായി വരുന്ന മെറ്റീരിയൽ കൾച്ചറിനോടുള്ള കാമനയായിരിക്കാം. കണ്ണുകൊണ്ട് കാണുക, കണ്ട് രസിക്കുക, നയനരതി എന്ന് പറഞ്ഞ സംഗതി ഒരു ആധുനികമായിട്ടുള്ള അനുഭവമായിരുന്നു. അത്രയും കാലം എന്ന് വെച്ചാൽ പലതും മുമ്പിലുണ്ടെങ്കിലും ഒരു മൃഗഭാവന, ഒരു മൃഗ അനുഭവം ആണ് പലപ്പോഴും നമ്മുടെ ഈ മേഖലയിലേക്കുള്ള സാധാരണ മനുഷ്യരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞ ആശയം പോലും ജാതി ജന്മി മേധാവിത്വത്തിൽ ഇല്ലല്ലോ. അപ്പൊ ഈ മനുഷ്യൻ എന്നുള്ള ആശയത്തിലാണ് എനിക്ക് കണ്ടുണ്ടെന്നും എനിക്ക് കാണാമെന്നും ആ കാണൽ വഴി എനിക്ക് സ്വന്തമാക്കാമെന്നും പലതിനെയും ആ തോന്നൽ വരുന്നത്. അങ്ങനെ റിയലിസത്തിന് അങ്ങനെ ഒരു വലിയ കാര്യമുണ്ട്. അപ്പോൾ ദൈവങ്ങളെ വളരെ ആധുനികവൽക്കരിച്ച് എടുക്കാൻ പറ്റി രവിവർമ്മയ്ക്ക്. പക്ഷെ അതിനുശേഷം എന്താണ്ടായ ഈ രവിവർമ്മയെ നമ്മൾ പിന്നീടുണ്ടായ ദേശീയതാവാദം, നാഷണലിസം സത്യത്തിൽ ഇദ്ദേഹത്തെ ഒരു ഭാഗത്തേക്ക് മാറ്റി. പിന്നെ മൊത്തം കോൺസെൻട്രേഷൻ ബംഗാൾ സ്കൂളിലേക്കും ശാന്തിനികേതനിലേക്കും അതുമായി ബന്ധപ്പെട്ട ദേശീയതയിലേക്കും പോയി. അപ്പൊ ഈ കേരളം പക്ഷേ സൂക്ഷിച്ചു പിടിച്ചു രവിവർമ്മയെ. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ നമ്മുടെ സാഹിത്യ മേധാവിത്വത്തിനകത്ത് സാക്ഷര സമൂഹം ഈ രവിവർമായിക് ആയിട്ടുള്ള ഒരു ഉടൽ ഭാവന കൊണ്ടു നടന്നിരുന്നു. സ്ത്രീകളെ രവിവർമ്മ സുന്ദരി, അതുപോലെ രവിവർമ്മയുടേതായ രീതിയിൽ വായിച്ചിരിക്കുന്ന മനുഷ്യർ, കുറേ റീഡേഴ്സിനെ രവിവർമ്മ പെയിന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ റീഡേഴ്സ് വായിച്ചിരിക്കുന്ന ഒരു തൊഴിലാളി,
വായിച്ചിരിക്കുന്ന ഒരു 13-14 വയസ്സുള്ള കൊച്ചു പെൺകുട്ടി. രണ്ടുപേരും വായനയ്ക്ക് വ്യത്യാസമുണ്ട്. അകത്തെ കഥ നോക്കിയാൽ അറിയാം. പുറത്ത് കവർ ചിത്രത്തിൽ വായിച്ചിരിക്കുന്ന പെൺകുട്ടി, അകത്ത് ഒരു വലിയ ഫീച്ചറാണ്. ഈ വായിച്ചിരിക്കുന്ന പെൺകുട്ടി എന്താ ചെയ്യുന്നതെന്നറിയോ? അവരയച്ചു കൊടുത്ത കവിത കഥയോ എന്തോ അച്ചടിച്ചു വന്നത് ആളുകളെ വീട്ടിൽ കാണിച്ചു കൊടുക്കുമ്പോൾ നീ പൊടി പെണ്ണെ എന്ന് പറയുന്ന ഒരു കഥയാണ് അതിൽ വരുന്നത്. അവസാനം അവളെ ആകെ അംഗീകരിക്കുന്നത് വീട്ടിലെ ഏതോ ചേട്ടനാണ്. അതാണ് കഥ. അപ്പൊ ഇത് 4-5 പേജുകളായിട്ട് ഈ കഥ വരുന്നു. മുമ്പിൽ വായിച്ചിരിക്കുന്ന തൊഴിലാളിയെ കുറിച്ച് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. തൊഴിലാളി ഗംഭീര പുരോഗമനപരമായ ഒരു കാര്യമാണ്, ഒരു കാഴ്ചയാണ് തൊഴിലാളി വായിക്കുന്നു എന്നുള്ളത്. നിരക്ഷരനായിട്ടുള്ള മനുഷ്യൻ അക്ഷരസമ്പന്നനാകുന്നു എന്നുള്ളത്. വിദ്യ കൊണ്ടും സമ്പത്ത് കൊണ്ടും മുന്നോട്ട് പോയ ഒരു മതത്തെ റാഷണലൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന, വിഗ്രഹാരാധന കൊണ്ട് സ്വന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ലോകത്ത് ഇതൊക്കെ ഈ രീതിയിലുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ ശരീരങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു പുറത്ത് കലയെന്ന പേരിലല്ല, സംസ്കാരം എന്നുള്ള പേരിലുമല്ല, നമ്മുടെ ഒരു കൗതുക കാഴ്ചയായിട്ട് കപ്പൽ മുതൽ പൂക്കൾ, ഫ്ലവർ വേസ്, ആധുനികതയുടെ പല 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 ചിഹ്നങ്ങൾ നമ്മുടെ മാഗസിൻ ഹിസ്റ്ററിയിൽ നോക്കിയാൽ കാണാം. അങ്ങനെ രവിവർമ്മയ്ക്ക് ഒന്നും അറിയാത്ത പോലെ നമ്മുടെ ഇടയിൽ ഒരു പ്രസൻസ് ഉണ്ടായി. അത് രവിവർമ്മയ്ക്ക് നേരിട്ടുണ്ടായ പ്രസൻസ് അല്ല, ആ കാഴ്ചപ്പുറം, ആ റിയലിസം നമ്മൾക്ക് നമ്മുടെ ഇടയിൽ നിലനിന്നുകൊണ്ടിരുന്നു. പക്ഷേ സാംസ്കാരിക അധികാരം കലയ്ക്ക് ഒരു ഇന്റലക്ച്വൽ പവർ എന്നുള്ള നിലയിൽ ഇവിടെ ഉണ്ടായില്ല. കാരണം ഈ ചിത്രങ്ങളെ കുറിച്ചൊക്കെ എന്ത് പറയാനാണ്? ഒരു വിഷ്വൽ സ്റ്റഡീസിന്റെ ഒരു രീതിശാസ്ത്രം ഇല്ലെങ്കിൽ നമുക്കിതൊന്നും പഠിക്കാനേ പറ്റില്ല. ഇതൊന്നും കലയല്ലല്ലോ. അതൊക്കെ എന്തോ കുറച്ചു പേരുടെ കുഞ്ഞു കലകൾ, സ്റ്റോക്ക് പിക്ചേഴ്സ്, വരച്ചവർക്ക് അടിയിൽ ഒപ്പിടാൻ പറ്റാത്ത ചിത്രങ്ങൾ, കാർട്ടൂണുകൾ, അതൊക്കെയാണ്. അതിലൊന്നും കലാകാരന്റെ പേരില്ല. പിന്നെയും വന്ന എന്തെങ്കിലും പേരിട്ട് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചിത്രകാരൻ എം ഭാസ്കരനായിരുന്നു. അത് MR നായർ എന്ന് പറയുന്ന ആള് സഞ്ജയൻ പബ്ലിഷ് ചെയ്ത 2 കൃതികളിൽ, അതായത് 2 മാസികകളുടെ ഉള്ളിൽ വന്ന ചില ചിത്രങ്ങൾക്ക് മാത്രമാണ് ഒപ്പക്കിട്ടിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ അക്കാലത്ത് ഈ പത്രങ്ങളിൽ കാണുന്നത്. പിന്നെയൊക്കെ ഫോട്ടോഗ്രാഫുകൾക്ക് ബോംബെ സ്റ്റുഡിയോ, അങ്ങനെ സ്റ്റുഡിയോന്റെ പേരുണ്ടാവും. ഫോട്ടോഗ്രാഫുകൾ ഒരു വലിയ മേഖലയായിരുന്നു. രവിവർമ്മയിൽ നിന്ന് വികസിച്ചു വന്ന ഒരു പ്രധാന ഏരിയ ഫോട്ടോഗ്രാഫാണ്, റിയലിസത്തിന്റെ. ഇന്നും നമ്മുടെ ഇടയിൽ ഫോട്ടോഗ്രാഫിയുടെ അപ്രമാദിത്വം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇങ്ങനെയൊക്കെ പോകുന്ന സ്ഥലത്താണ് കേരളത്തിൽ തന്നെ തൻ്റെ സാംസ്കാരിക അധികാരം ഉറപ്പിക്കാൻ ശ്രമിച്ചത് ഇവിടെ ഒരു ശില്പിയായിരുന്നു കാനായി കുഞ്ഞിരാമൻ. അത് അദ്ദേഹം സാധിച്ചെടുത്തത് കേരളത്തിൽ അന്നേക്ക് വികസിച്ചു വന്നിരുന്ന സാഹിത്യ സാംസ്കാരികതയിലെ പുരോഗമന പ്രത്യയങ്ങൾ കൊണ്ടൊന്നുമല്ല, ശില്പകലയുടെ പക്ഷത്ത് നിന്ന് എന്താണ് ആധുനികത എന്ന് കാണിച്ചു തുടങ്ങിയതാണ് കാനായി. അതിനായി അദ്ദേഹത്തിന് ഒരേ സമയം റിയലിസ്റ്റിക്കും ജ്യാമിതീയവുമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കേണ്ടി വന്നു. നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ എന്തുകൊണ്ടാണ് കാനായി കുഞ്ഞിരാമൻ ഒരു സ്ഥലത്ത് ലാർജർ ദാൻ ലൈഫ് സ്റ്റഡി പോലത്തെ റിയലിസ്റ്റിക് ആയിട്ടുള്ള യക്ഷിയെ സ്കൾപ്റ്റ് ചെയ്തു, അതേ ആള് തന്നെ തൊട്ടിപ്പുറത്ത് വളരെ ജ്യാമിതീയമായിട്ടുള്ള അമൂർത്ത കോമ്പോസിഷനും ചെയ്തു. പക്ഷെ ശിവജി പണിക്കർ ഇതിനെ പറയുന്നത് ഒരു 2-pronged, അദ്ദേഹം സ്കിസോഫ്രീനിയ എന്നുള്ള വാക്ക് ഉപയോഗിച്ചപ്പോൾ പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ അത് അധികം കടന്നു കഴിയാൻ തോന്നിയിട്ട് 2-pronged എന്നുള്ള വാക്കിലാണ് നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു തന്ത്രമായിരുന്നു. ഞാൻ അതാ പറഞ്ഞു വരുന്നത്, കലാകാരന്മാർ നമ്മൾ ഈ പറഞ്ഞ ഒരു സ്ത്രീകളുടെ വിഷയത്തിന് മുമ്പേ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇവിടെ എങ്ങനെയാണ് കല തന്നെ ഒരു മാർജിനൽ ആക്ടിവിറ്റി ആയിരുന്നത്, അതെങ്ങനെയാണ് നിലനിൽക്കാൻ ശ്രമിച്ചത്. അതിൽ കാനായിയുടെ റിയലിസമാണ് നൂറ്റാണ്ടൊടുവിൽ നഗ്നതയും അശ്ലീലവും തമ്മിൽ ബന്ധപ്പെടുത്തിയ തീരാത്ത വിവാദങ്ങളിൽ ഇന്ന് ചെന്ന് നിൽക്കുന്നത്. കാനായി കുഞ്ഞിരാമൻ യക്ഷ ചെയ്ത കാലത്ത് ഇത്ര വലിയ കേടൊന്നും ഉണ്ടായില്ല. 2 തല്ല് അദ്ദേഹത്തിന് കിട്ടിയെന്ന് തോന്നുന്നു, അത്രേ ഉള്ളൂ. ഏതോ കാണാത്ത ഏതോ മനുഷ്യന്മാര് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, താനെന്തോ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കണേന്ന് ചോദിച്ചിട്ട്. അതവിടെ തീർന്നു. കാരണം അത് ആധുനിക കലയിൽ നൂഡ് വ്യവഹാരങ്ങൾ കണ്ടുപരിചയമുള്ള ഉന്നതമായ ഏതൊക്കെയോ സാഹിതീയ വൃത്തങ്ങൾ അദ്ദേഹത്തിന് എന്തോ ഒരു സഹായം അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ സത്യത്തിൽ കാനായിയുടെ യക്ഷി ഉണ്ടാക്കിയ നഗ്നതയുടെ പ്രശ്നം എപ്പോഴാ വിഷയമായത്? അത് നമ്മുടെ ഇടയിൽ ഒരു ഗവേഷക സൂചിപ്പിച്ച ശ്രീലക്ഷ്മി എഴുതി വെച്ചിരിക്കുന്ന പോലെ അത് കറക്റ്റാണ്. അതായത് അതുണ്ടായി വരുന്നത് 2000 അടുപ്പിച്ച് കാനായി കുഞ്ഞിരാമനായിട്ടുള്ള കുറേ ഇന്റർവ്യൂസ് ഉണ്ടാവുകയും കാനായി കുഞ്ഞിരാമന്റെ യക്ഷിയെക്കുറിച്ച് ധാരാളം നഗ്നതയും അശ്ലീലവും കൂട്ടിച്ചേർത്തുള്ള തർക്കവിതർക്കങ്ങൾ എങ്ങനെയൊക്കെയോ 90കളിൽ ഡെവലപ്പ് ചെയ്ത് വരികയും 2000-ലും 2002 ദശകങ്ങളിലും അത് അങ്ങിങ്ങായി എപ്പോഴും പുറത്തു കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഒരു ശില്പത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് ആകെ കയ്യിലുള്ള ഒരു മോഡ് എന്ന് ചോദിച്ചാൽ ഈ തർക്ക വിഷയമാണ്. അത്
നഗ്നതയും അശ്ലീലവും കലയെ സംബന്ധിച്ച ആലോചനകളുടെ ഒരു പ്രധാന ആശയപരിസരമായത് ഇവിടുത്തെ സാഹിത്യ അച്ചടി മുതലാളിത്ത സാംസ്കാരികത കൽപ്പിച്ച് വികസിപ്പിച്ചതുകൊണ്ടാണ്. ശില്പകലയുടെ പക്ഷത്തു നിന്ന് എന്താണ് ആധുനികത എന്ന കാനായിയുടെ ആലോചന നമ്മൾ ഉണ്ടാക്കിയ പൊതുവിടങ്ങളുടെയും കലാകാനികളുടെയും റിയലിസം എന്ന കലാഭാഷയുടെ തന്നെയും നമ്മുടെ സന്ദർഭത്തിലെ പരിമിതികളിലാണ് ചെന്ന് നിൽക്കുന്നത്. ഇത്രയും നേരം ഞാൻ പറയാൻ ശ്രമിച്ചത് ഇവിടെ ഉണ്ടായിട്ടുള്ള ആണുങ്ങൾ ഉണ്ടാക്കിയ കലാചരിത്രത്തിൽ ഇത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ചിത്രഭാഷ പുരുഷന്മാരായിട്ടുള്ള നമ്മുടെ വിഗ്രഹ സ്വരൂപികളായിട്ടുള്ള മനുഷ്യന്മാർക്ക് പോലും എന്തു വലിയൊരു തന്ത്രമായിരുന്നു, എന്തു വലിയൊരു സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിക്കേണ്ടി വന്നതാണ് ചിത്രഭാഷ. പ്രത്യേകിച്ച് അതിലെ റിയലിസം, പ്രത്യേകിച്ച് ശില്പത്തിൽ എന്നൊക്കെ കാണണം. അപ്പോൾ രവിവർമ്മയുടെയും കാനായിയുടെയും ജീവിതത്തിലൂടെ മലയാള സന്ദർഭത്തിൽ റിയലിസം ഒരു ആണധികാര ഭാഷയായി വളർന്നിട്ടുണ്ട്. അതൊന്ന് വിശദാക്കുകയാണെങ്കിൽ, കലയുടെ സ്വാധികാര വീക്ഷണത്തിൽ നിന്ന് നോക്കുമ്പോൾ പോസ്റ്റ് രവിവർമ്മ ഘട്ടത്തിൽ ഏറെ ഇകഴ്ത്തപ്പെട്ട കലാഭാഷയാണ് ജനപ്രിയമായ നാച്ചുറലിസം. അത് ഈ പത്രങ്ങളിലും പത്രക്കാർക്കൊക്കെ ഉള്ള വിഷയങ്ങളാണ്, മാഗസിൻസിനൊക്കെ കാണുന്നത്. കലയിൽ ഇതൊക്കെ മോശം അക്കാഡമിസിസമാണ്, നമ്മൾ അങ്ങോട്ട് പോകണം, എങ്ങോട്ട് ശാന്തിനികേതനിലേക്കും പലതരത്തിലുള്ള ബംഗാൾ സ്കൂളിലേക്കൊക്കെ പോയാൽ മോഡേൺ ആർട്ടിന്റെ മറ്റ് രവിവർമ്മ അല്ലാത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റുക. അങ്ങനെ 1969 മലമ്പുഴ ഡാം ഗാർഡൻസിലെ സ്മാരക സ്വഭാവമുള്ള തന്റെ ശില്പമായ യക്ഷിയിലൂടെ ആ കലാഭാഷയെ തന്നെ കാനായി ഉയർത്തിക്കൊണ്ടുവന്നു എന്ന് ശിവജി പണിക്കർ നിരീക്ഷിക്കുന്നു. വഴിയെ ഉണ്ടായ അലസവും വിഷയാസക്തവുമായ ശില്പങ്ങളിലും നാച്ചുറലിസത്തോടുള്ള തന്റെ താല്പര്യം കാനായി വീണ്ടും വിപുലപ്പെടുത്തിയതായും നിരീക്ഷിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ്, എന്നാലും ഞാൻ വെറുതെ അതൊന്ന് കാണിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ രവിവർമ്മയുടെ ചിത്രങ്ങളിലെ റിയലിസവും ഫോട്ടോസ് ഓഫ് ഗോഡ്സ്, പട്ടുസാരി എടുത്ത ലക്ഷ്മിയും ഒക്കെ നമുക്ക് അറിയണ കാര്യം. അതെങ്ങനെ നമ്മുടെ ഇടയിൽ പിന്നെയും തുടർന്നു നിന്നു അച്ചടി ചിത്രങ്ങളിൽ. അപ്പുറത്തെ ചിത്രം നോക്കണ്ട കേട്ടോ, അത് മറഞ്ഞുപോയി. അവിടുന്ന് ഒരു ചാട്ടമാണ്. കലയിൽ തന്നെ ഈ റിയലിസം മറ്റൊരു വ്യത്യസ്തമായ തലത്തിൽ കനായി കൊണ്ടുവച്ചു. പക്ഷെ അദ്ദേഹം പിന്നീട് ചെയ്തതിൽ ഇത് വളരെ ആക്റ്റീവായിട്ടുള്ളൊരു യക്ഷി രൂപമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പിന്നെയും വളരെ പാസീവായിട്ടുള്ള സ്ത്രീ രൂപങ്ങളിലേക്ക്, അലസഗാമിനികളിലേക്ക് വന്നു. പിന്നെ ഇത് മുക്കോല പെരുമാള്, ഫെർട്ടിലിറ്റി, മാടൻ തറ. ഇവിടെ ഒരു കാര്യമുണ്ട്, കാനായിൽ ഇത് ഈ ശില്പങ്ങൾ കലാകാരന്റെ തന്നെ പൗരുഷത്തെ, നിർബാധമായ ലൈംഗിക സ്വഭാവത്തെ ശക്തമായി പ്രതിപാദിക്കുന്നു. നേരത്തെ കാണിച്ച കാനായിയുടെ യക്ഷിയും മറ്റെല്ലാ സ്ത്രീ ശില്പങ്ങളും റിയലിസ്റ്റിക് ശില്പങ്ങൾ. എന്നാൽ സ്ത്രീയുടെ യാഥാർത്ഥ്യത്തെക്കാൾ പുരുഷന്റെ സ്വയം സൂചക മനോഭാവത്തെയാണ് ഇവ പ്രതിഫലിപ്പിക്കുന്നത്. അവ പ്രധാനമായും പുരുഷാധിപത്യപരമായ ലൈംഗിക വിശപ്പിനെയും ആകർഷണത്തെയും പരിപോഷിപ്പിക്കുന്നു. മാത്രമല്ല, പുരോഗമനപരമായ രൂപകം എന്ന നിലയിൽ കലാകാരനെയും കാഴ്ചക്കാരനെയും ഇത് യക്ഷിയായാലും കനയുടെ മിക്കവാറും എല്ലാ ശില്പങ്ങളും അങ്ങനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. കാഴ്ചയുടെ പകർപ്പെടുക്കലാണ് റിയലിസം എങ്കിലും അത് ശരീരവും ദേശവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് കലയിൽ വഴിയൊരുക്കുന്നു. ആധുനികതയിലേക്ക് ദൈവഭാഷകളെ റാഷണലൈസ് ചെയ്യുകയായിരുന്ന ഹിന്ദുമത രൂപത്തിന് അനുയോജ്യമായി അത് ഉപയുക്തമാക്കാനും കഴിഞ്ഞു രവിവർമ്മയ്ക്ക്. കാനായിയാകട്ടെ രവിവർമ്മയിൽ പ്രത്യക്ഷമല്ലാതിരുന്ന നാട്ടോർമ്മകളുടെ പ്രത്യക്ഷാവിഷ്കാരം എന്ന നിലയിൽ, അതായത് യക്ഷിയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, നാട്ടാരാധനകളെയാണ് നമ്മൾ രവിവർമ്മയുടെ കാലം മുതലേ തള്ളി മാറ്റിയത്. മാടൻ, മറുത ഇതെല്ലാം നമ്മൾ തട്ടി മാറ്റി. എന്നിട്ട് പകരം ആരെ കൊണ്ടുവച്ചു? ശിവനെയും വിഷ്ണുവിനെയും ഒക്കെ കൊണ്ടുവച്ചു, ദേവിയെയും ഒക്കെ കൊണ്ടുവച്ചു. അപ്പം നമ്മൾ എന്താണ് കളഞ്ഞത്? നമ്മൾ കളഞ്ഞ ഈ പ്രാദേശിക ബോധം, അവിടെ നിന്നുള്ള ദൈവികമായിട്ടുള്ള സങ്കല്പങ്ങൾ, ഇതിനെ പക്ഷെ ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കാൻ നമ്മുടെ കയ്യിൽ ഭാഷയില്ല. ആ ഭാഷയിൽ ഇത് കൊണ്ടുവച്ച് അവിടെ ആരും എടുക്കില്ല. ഇവിടെ കൊണ്ടുവയ്ക്കണമെങ്കിൽ റിയലിസം വേണം. അപ്പൊ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫീമെയിൽ ബോഡിയിൽ യക്ഷി എന്നുള്ള വാക്കിട്ടത് കൊണ്ടല്ലേ അത് യക്ഷിയായത്. അത് ഇവിടെ ഇരിക്കുന്ന അമലുവിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. യക്ഷി എന്ന് പറഞ്ഞ പേരിൽ മാത്രമല്ലേ അതിൽ യക്ഷിത്വമുള്ളൂ, അതിൽ മാത്രമല്ലേ. പക്ഷെ നമ്മളെ പറ്റിച്ചില്ലേ? നമ്മൾ അതല്ലല്ലോ അനുഭവിച്ചത്. നമ്മൾ അനുഭവിച്ചത് ഏതോ ഒരു നാട്ട് അമ്മ ആണ് ഇരിക്കുന്നത് എന്നൊക്കെയല്ലേ നമുക്ക് തോന്നിയത്. പക്ഷെ അതൊരു മോർ ദാൻ ലൈഫ് സ്റ്റഡി അല്ലേ എന്ന് ആലോചിച്ചൂടെ? അപ്പോൾ ഇരിക്കുന്നത് കാനായി മലമ്പുഴ അണക്കെട്ടിൽ ഉദ്യാനത്തിൽ യക്ഷിയെ പ്രതിഷ്ഠിച്ച വർഷം തന്നെയാണ് തൻ്റെ ചെറു ജീവിതം തീർത്ത് പത്മിനി കടന്നുപോയത്. അതിനോടകം അവർ ചെയ്ത ചിത്രങ്ങളിൽ റിയലിസത്തിന്റെ അടിസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഉള്ളൊരു വിയോജനം ഉണ്ടായിരുന്നു. പത്മിനി അവരുടെ ചിത്രങ്ങൾ വെറുതെ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി വെറുതെ കാണിക്കുന്നതാണ്. എൻ്റെ ഒരു പ്രധാന പോയിന്റ്,
പത്മിനി ഇരുട്ടിനെ അഭിസംബോധന ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ആൺ വിഗ്രഹങ്ങൾക്ക് ആർക്കും തന്നെ അവരുടെ തന്ത്രങ്ങളിൽ ഇരുട്ടിനെ കാണാനല്ല, അവർ വെളിച്ചത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് കാണിക്കാനേ അവർക്ക് പറ്റിയിരുന്നുള്ളൂ. വെളിച്ചത്തിൽ കാണുന്നത് വിശദാംശങ്ങൾ, റിയൽ, കണ്ടത് ഇത് മാത്രമാണ് ഇത്രയും നേരം പുരുഷബോധം അന്വേഷിച്ചിട്ടുള്ളത്. പക്ഷേ പത്മിനിയുടെ ചിത്രങ്ങളിൽ ഇരുട്ട് അഭിസംബോധന ചെയ്യപ്പെടുന്നു. മനുഷ്യബന്ധങ്ങൾ, ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യബന്ധങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ഡിവൈൻ മനുഷ്യബന്ധങ്ങൾ പോലും ഒറ്റയ്ക്കൊരു വിഗ്രഹം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇത് രണ്ടിനും അല്ലാത്ത ഒരു ആയിരിക്കൽ, ഒരു ബീയിങ് മനുഷ്യ ശരീരങ്ങൾക്കുണ്ട്, ഉടലുകൾക്കുണ്ട്. ഇപ്പൊ ഇതിൽ നോക്കൂ, ഈ വേണമെങ്കിൽ പറയാം 2 സ്ത്രീകളും 1 പുരുഷനും എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ തമ്മിലുള്ള ബന്ധം എന്താ? ഭാര്യയും ഭർത്താവും കുട്ടിയും കാണണ്ട, വേണ്ട. ആങ്ങളെയും പെങ്ങളും അങ്ങനെയും വേണ്ട, നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഈ 3 മനുഷ്യരൂപങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ഈ കാണുന്ന സ്കെച്ചിലെ മനുഷ്യർ തമ്മിൽ എന്താ ബന്ധം? ഈ മനുഷ്യർ തമ്മിൽ എന്താ ബന്ധം? നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം മനുഷ്യർ തമ്മിൽ ബന്ധങ്ങൾ നിർവചിച്ചുകൊണ്ടിരിക്കുകയും അത് വെച്ച് പരസ്പരം തൊടാൻ പോലുള്ള അധികാരങ്ങൾ നിർവചിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന സമൂഹത്തിലാണ് പത്മിനി പരസ്പര ബന്ധങ്ങൾ കൃത്യമായി നിർവചിക്കാതെ ഇരുട്ടിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു ആലോചന ചിത്രത്തിൽ കൊണ്ടുവരുന്നത്. ഈ ഭാഷയ്ക്ക് പ്രത്യേകിച്ച് ഒരു പേര് പറയാനും പ്രയാസം. വെളിച്ചത്തിൽ കാണുന്ന ലോകം പകർത്താനുള്ള തന്റെ ക്ലാസിക്കൽ സാഹിത്യ ഭാവനയുമായി യുക്തിസമഞ്ജസമാക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു രവിവർമ്മ. ആ റിയലിസ്റ്റ് ലോകത്തിൽ പെണ്ണുങ്ങൾ കലാകാരികളായി ഒരിക്കലും അറിയപ്പെട്ടിരുന്നില്ല. മറിച്ച് 40 മുതൽ 69 വരെ ജീവിച്ച പത്മിനി ഇരുട്ടിനെയാണ് ചിത്രങ്ങളിൽ ഭാവദീപ്തമാക്കിയത്. നൂഡ് എന്ന കൊളോണിയൽ ആൺപ്രകോപന ഭാഷയെയും പത്മിനി മറികടന്നു. ദർ കംസ് പപ്പ, അച്ഛൻ എവിടെ എന്നുള്ളതാണ് അതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നു. ഇപ്പൊ രവിവർമ്മ അങ്ങനെ ഒരു ടൈറ്റിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ, അതോ അദ്ദേഹത്തിന്റെ മകളുടെ ഒരു പോർട്രേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത് എന്നും അത് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഇതിനകത്ത് ഒരു ഡൊമസ്റ്റിക്കേറ്റഡ് സ്ത്രീയാണ്. പക്ഷെ ഇപ്പുറത്തെ പത്മിനി വരച്ചതോ ഒരു ഡൊമസ്റ്റിക്കേറ്റഡ് സ്ത്രീ അല്ല. അവർ അതായത് ആദിമമായ മാതൃക്രമവും ആധുനികമായ മാതൃദായക്രമത്തിലെ നായികയും, ആധുനികമായ മാതൃദായക്രമത്തിലെ നായിക കൂടിയായിരുന്നു ശരിക്കും പത്മിനി. അതും കൂടി ആലോചിക്കണം. പത്മിനിയുടെ ജാതി വ്യക്തിത്വവും അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് രണ്ടുപേരും ഒരുമിച്ച് ചേരുമ്പോൾ ആ തീക്ഷ്ണത ചോരാതെ എണ്ണച്ചായത്തിൽ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള വലിയ സാധ്യതയാണ് പത്മിനി തുറന്നത്. അവിടെ ഏതെങ്കിലും പരമ്പരാഗത വിഗ്രഹ ശില്പ പദ്ധതിയിലെ നഗ്ന സ്ത്രീയുടെ ശരീരവിന്യാസത്തെ പത്മിനി ചിത്രങ്ങൾ വേണമെങ്കിൽ ഓർമ്മിപ്പിക്കാം. പക്ഷേ ലൈംഗികതാ വിലക്കുകളും അതിൻ്റെ അതിപ്രസരങ്ങളുമുള്ള ഗൃഹാന്തർ നായികയല്ല അതിലുള്ളത്. പ്രകൃതിയുടെ തുറസുകളിലായാലും ഒറ്റപ്പെട്ട നിലയിൽ കാണപ്പെടുന്ന മനുഷ്യരൂപം എന്ന് ആ നഗ്ന സ്ത്രീയെ ലൈംഗിക പ്രസരമില്ലാതെയും വായിക്കാം. പക്ഷെ ഒരു തരത്തിലും അവ യഥാർത്ഥ മനുഷ്യരൂപത്തിന്റെ കൃത്യം വിശദാംശങ്ങളോടെ ഒരു ഡ്രാഫ്റ്റ്സ്മാന്റെ കൃതി പോലെ നിൽക്കുന്നില്ല. അല്ലെങ്കിൽ തനിക്ക് ചുറ്റുമുള്ള ആധുനികരെ പോലെ ഒരു വിരൂപ പദ്ധതിയിലൂടെ, ഫോർമൽ ഡിസ്റ്റോർഷനിലൂടെ തൻ്റെ ചായത്തേപ്പിന്റെ ഒരു പദ്ധതിയിലേക്ക് ആളുകളെ, കാഴ്ചക്കാരെ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യവും പത്മിനിക്ക് തോന്നിയിരിക്കില്ല. ആകയാൽ താൻ ജീവിച്ചിരുന്ന കാലത്തിന്റെ ആധുനികതയുടെയും ആദിമതയുടെയും ഇടനാഴിയിൽ വിചിത്രമായൊരിടം, ഒരു യൂട്ടോപ്പിയൻ ലോകം പത്മിനിയുടെ ഭഗവതി ലോകം നേടുന്നു. യൂട്ടോപ്പിയ എന്ന് പറഞ്ഞത് തങ്ങളുടെ മേൽ അമിതമായി തെളിക്കുന്ന ലൈംഗിക പ്രസരം ലഘൂകരിച്ചുകൊണ്ടുള്ള മറ്റൊരു ജീവിത സാധ്യതയാണ്. പത്മിനിയുടെ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്കത് തോന്നുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അത് കണ്ടാൽ ഒരു ലൈംഗിക പ്രസരം ഉണ്ടാവില്ല. മുനിഞ്ഞു കത്തുന്ന ഒരു നാട്ടുവെളിച്ചം അത് ഫീൽ ചെയ്യുകയും ചെയ്യും. ആധുനിക കലയുടെ ഒരു കാലത്തെ സംരക്ഷണ പ്രദേശങ്ങൾ ഇന്ന് പൊളിഞ്ഞു വീണിരിക്കുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരാൾ ന്യൂഡ് സ്റ്റഡി ചെയ്യുമ്പോൾ അതിന് ആധുനിക കലാത്മകതയുടെ പോലെ പോയിട്ട് സിലബസിന്റെ ആനുകൂല്യം പോലും ഇല്ല. ഇന്ന് ഈ പ്രദർശനത്തിൽ നമുക്കൊപ്പം പങ്കെടുത്ത സാറാ ഹുസൈൻ പ്രദർശിപ്പിച്ച നൂഡാകട്ടെ ഈ ഒരു വിധത്തിലാണ് പ്രവർത്തിക്കുന്നത്, ഇതിൻ്റെ ഉള്ളിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ കാലത്ത് സാറയുടെ നൂഡ് സ്റ്റഡി നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഐറണി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അത് തൊട്ടാ പൊള്ളുന്ന വിഷയങ്ങളിലേക്ക് സിവിൽ സമൂഹം കുറ്റം ചുമത്താം. ശരീരത്തിന് മേൽ സ്വന്തം അധികാരം നിർണ്ണയിക്കുന്നവരും ശരീരം ഉപഭോഗത്തിനുള്ളൊരു ഉപകരണമാണെന്ന് ഉറപ്പിക്കുന്നവരും ഒരു പുറത്തുണ്ടെങ്കിലും
മറ്റൊരു പുറത്ത് ഇവരൊക്കെ മതവും ലൈംഗികതയും സദാചാര പൗരത്വത്തിന്റെ നിബന്ധനയും കൊണ്ട് കഠിനമായി അസ്വതന്ത്രമാകുന്ന കാലവുമാണിത്. ഇങ്ങനെ ആധുനികതാവാദ ഘട്ടത്തിൽ ഉള്ളത്ര പോലും സാംസ്കാരികമോ സൗന്ദര്യാത്മകമോ ആയ യാതൊരു സുരക്ഷാ ഉപകരണങ്ങളും നിലവിലില്ലെങ്കിലും ഒരു സ്ത്രീക്ക് നൂഡിനെ തൻ്റെ ചില ബദൽ ലക്ഷ്യങ്ങളിലേക്ക് അവതരിപ്പിക്കാം എന്നതാണ് സാറയുടെ ചിത്രങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിൽ സജീവമാക്കുന്ന ഒരു പരിസരം. ഇപ്പോൾ ഓരോ വ്യക്തിയും, ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഒരു കലാസൃഷ്ടി നമ്മളെ ബാധിക്കുന്നത് എപ്പോഴെന്നുള്ള ചോദ്യമുണ്ട്. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം വെച്ചാൽ ആരെന്ത് വരച്ചാലും കലയാണെന്ന് നമ്മൾ സമ്മതിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും യെസ് അടിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വരച്ചാൽ എനിക്ക് എന്നെ ഇഷ്ടമായതുകൊണ്ട് എൻ്റെ ചിത്രത്തിനെ എനിക്കിഷ്ടമാണ്. ഇതാണ് നമ്മുടെ രീതി. ഞാൻ വരച്ചാൽ എനിക്ക് എന്നെ ഇഷ്ടമാവണോണ്ട് ഞാൻ വരച്ച ചിത്രത്തിന് എനിക്കിഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു അവകാശവും. ഈ രീതിയിലാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത്. ഇനി ഇഷ്ടമല്ല എന്നുള്ളതല്ല, മറിച്ച് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഏത് കലയിലും തീർച്ചയായിട്ടും വലിയൊരു ആലോചനയുണ്ട്, ഒരു തുറസിനുള്ള ആഗ്രഹമുണ്ട്. അതിനെ നമ്മൾ മാനിക്കുകയും ചെയ്യും. ഒരു കുഞ്ഞു കുട്ടി മുതൽ വളരെ ലബ്ധപ്രതിഷ്ഠയായ ഒരാൾ വരെ വരയ്ക്കുന്ന കാര്യത്തെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ അത് സത്യത്തിൽ നമ്മുടെ ചരിത്രത്തിൽ എങ്ങനെ ബാധിക്കും എന്നുള്ള ചോദ്യം. ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. ആ ബാധിക്കാനുള്ള യുക്തി അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കല കാണാനുള്ള അനുശീലന ശേഷി ഉണ്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് പല തകരാറുകളൊക്കെ ഉണ്ടാവാം, അത് വേറെ കാര്യം. ഇനി പത്മിനി ചിത്രങ്ങളുടെ ആ ആവാസ വ്യവസ്ഥകളിൽ നിന്നും ഗ്ലോബൽ പൗരമണ്ഡലത്തിലെ കലാകാരികളിലേക്കുള്ള ദൂരം പലവിധ ജെൻഡർ കോൺഫ്ലിക്റ്റുകളുടേതാണ്. കാനായി ജനപ്രിയ നാച്ചുറലിസത്തിൽ ഊന്നിയെങ്കിൽ KCS പണിക്കർ കലയുടെ ലിംഗ്വിസ്റ്റിക് സിഗ്നിഫിക്കേഷനിലാണ് ഊന്നിയത്. പക്ഷേ ചിത്രകല കേവലമായ സെമിയോട്ടിക് വ്യവസ്ഥയല്ല. പണിക്കരുടെ പെയിന്റിങ്ങുകളിലുള്ള ആദിമതയുടെ അതീന്ദ്രിയ പ്രതലങ്ങൾ ദക്ഷിണേന്ത്യൻ പ്രാദേശിക ആധുനികതയുടെ ആവിഷ്കാരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ അപ്പം തന്നെ അവ പലതരം പ്രിവിലേജുകളുടെ കൂടി അബോധ മേഖലയാണ്. ഒരുപക്ഷെ മദ്രാസ് സ്കൂൾ സ്പെക്ട്രത്തിൽ ഉണ്ടായിരുന്ന ശില്പിയായിരുന്ന അനില ജേക്കബ് ആ അബോധത്തെ മറികടന്നു, പ്രിവിലേജുകളുടെ ഒരു അബോധത്തെ മറികടന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒന്നും തന്നെ എൻ്റെ നോട്ടത്തിൽ വർക്കിൽ മുന്നോട്ട് വെച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് ആരെങ്കിലും പറയുമെങ്കിൽ അതിനൊരു കാരണം അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അവരുടെ ശില്പങ്ങൾ കുറേയൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. പക്ഷെ അപ്പോഴും ഡോക്യുമെന്റേഷൻ നടന്നിട്ടില്ല. അനില ജേക്കബിന്റെ വർക്കാണെങ്കിലും അത് വേറെ കാര്യം. പത്മിനിയെ പോലെ കേരളത്തിന്റെ പരിസരങ്ങളിൽ ഒരു കോൺസിക്വൻഷ്യൽ നിലനിൽപ്പ് സാധിച്ച ഒരു സ്ത്രീ കർത്തൃത്വം മദ്രാസ് സ്കൂളിൽ കാണുന്നില്ല. എന്നാൽ കലയിലെ ഹ്യൂമൻ ഫിഗർ എന്നത് കാമനകളുടെയോ ആർട്ടിസ്റ്റ് സ്കില്ലിന്റെയോ ഒരു ചിഹ്നം മാത്രമല്ലെന്നും അതൊരു ശരീരത്തിന്റെ സന്നിഹിതമാകൽ തന്നെയാണ്, ദ ബോഡി ബീങ് പ്രസന്റ് ആണെന്നും കാണിച്ചത് ദീർഘകാലം ചോളമണ്ഡൽ ആർട്ടിസ്റ്റ് വില്ലേജിൽ താമസിച്ച് പ്രാക്ടീസ് ചെയ്ത സജിത ശങ്കറാണ്. റിയലിസം ഇല്ലാതെ തന്നെ ശരീരത്തിന്റെ സന്നിഹിതത്വത്തിന് ഭാഷയുണ്ടെന്ന് കാണിച്ച മൗലികമായൊരു വ്യതിയാനം സജിതയുടെ ചിത്രഭാഷയിലുണ്ട്. കലയിലെ പുരുഷ ലോകത്തിന് ആ ഭാഷ അന്യമായിരുന്നു. ഇന്നും ഞാൻ പറയുമ്പോൾ എന്താ വെച്ചാൽ അതിന് ചില എക്സെപ്ഷണൽ കേസസ് ഉണ്ട്, അത് ഞാൻ ഇവിടെ തന്നെ പറയുന്നുണ്ട്. അപ്പം അതുവരെ എനിക്ക് സമയം തരണം. ശരീരവും ഫിഗറും സ്ത്രീ വ്യത്യസ്തമായി കാണുന്നു. ഫിഗർ ബാഹ്യാവസ്ഥയാണ്, ആകാരമാണ്, വിശദാംശമാണ്, രേഖപ്പെടുത്തലും പകർത്തലുമാണ്. വിസറ ആന്തരാവയവങ്ങളുടെ അനുഭവമാണ്. അതായത് ഫിഗറും വിസറയും തമ്മിൽ വ്യത്യാസമുണ്ട്. വിസറ ആന്തരാവയവങ്ങളുടെ അനുഭവമാണ്. ശരീരം എന്നത് ഫിഗറും വിസറയും ചേർന്നതാണ്. അകവും പുറവും തമ്മിലുള്ള മേൽക്കോയ്മയിലല്ല ശരീരം സന്നിഹിതമാകുന്നത്. ഈ വാചകം ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതിലേറെ ചെറുതാക്കാനും ലളിതാക്കാനും എന്നെ കൊണ്ട് ആവണില്ല. സഹായിക്കണമെങ്കിൽ ആരെങ്കിലും സഹായിക്കണം. കാരണം നമ്മുടെ ഈ ബോഡി എന്ന് പറയുന്ന സാധനം മൈൻഡ് എന്ന് പറയുന്ന സംഗതി ഉൾക്കൊള്ളുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ ഇവിടെ എവിടെയോ ആണ് മൈൻഡ് എന്നാണ് നമ്മളെ വിശ്വാസം. പക്ഷെ മൈൻഡ് ഇവിടെ മുതൽ ഇവിടെ വരെ ഉണ്ട്. മൈൻഡ് ആകെ വ്യാപിച്ചു കിടക്കുക. ഈ മൈൻഡ് എന്നുള്ള ഓർഗൻ എവിടെ ഇരിക്കണേ ഒരു പിടിയില്ല. അപ്പൊ നമ്മൾ പറയും മൈൻഡ് ഇസ് സംതിങ് വർക്കിംഗ് ഔട്ട്സൈഡ് ഓഫ് ദ ബോഡി ഇറസ്പെക്റ്റീവ് ഓഫ് ദ ബോഡി. ശരി, അപ്പൊ മൈൻഡും ബോഡി രണ്ടായല്ലോ. ഈ ബോഡിയും മൈൻഡും രണ്ടായി കഴിഞ്ഞാൽ പിന്നെ മൈൻഡിൻ്റെതായ വലിയൊരു മേൽക്കോയ്മ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ബോഡിയും മൈൻഡും ഒന്നാണെന്നും ഈ വിസറയും ഫിഗറും ഒന്നിൽ തന്നെയാണെന്നും അതിന്റെ ബോധകേന്ദ്രം എന്ന് പറയുന്നത് ശരീരം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ബോധകേന്ദ്രത്തെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. അത് എവിടെയെന്ന് വെച്ചാൽ ശരീരം തന്നെയാണ്. അപ്പൊ ശരീരം തന്നെ ബോധകേന്ദ്രം ആവുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു പക്ഷേ നമുക്ക്
അത് അവതരിപ്പിക്കാൻ ഒരു ഭാഷ വേണം. അത് അകപ്പുറം തിങ്ങി വിങ്ങുന്ന ബോധത്തിന്റെ സഞ്ചാരവും അതിന്റെ മഹിമയുമാണ് ശരീരത്തിന്റെ സന്നിഹിതത്വം. രോഗവും രോഗമുക്തിയും പലപ്പോഴും അതിനെ അടയാളപ്പെടുത്തുന്നു. വിക്ഷുബ്ധിയും പരമശാന്തതയും അത് സംഭവിക്കുന്നു. സജിതയുടെ ചിത്രങ്ങൾ അവർ ശരീരം കൊണ്ട് അടയാളപ്പെടുത്തിയ അവരുടെ വ്യക്തി ജീവിതത്തിന്റെ രാഷ്ട്രീയ അവസ്ഥയാണ്. അക്ക മഹാദേവി പോലുള്ള ആത്മീയ സ്ത്രീ ശരീരത്തിന്റെ സൗന്ദര്യ ചരിത്രപരമായ പരാമർശ കേന്ദ്രങ്ങളിൽ ആദ്യകാലത്ത് സജിത സ്പർശിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പണിക്കരുടെ കാര്യം പറഞ്ഞപ്പോൾ അത് കാണിച്ചില്ല, മറന്നു. ഇത് സജിതയുടെ ആദ്യകാല ചില വർക്കുകൾ എൻ്റെ കയ്യിലുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ അക്കയുടെ ചില റെഫറൻസ്. സജിതയുടെ സ്റ്റുഡിയോ, ഈ ഫോട്ടോഗ്രാഫ് എനിക്ക് തോന്നുന്നു വളരെ ചരിത്രപ്രസക്തിയുള്ളൊരു ഫോട്ടോ ആണ്. 1957 തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്ന് പെയിന്റിംഗ് പഠിച്ചിറങ്ങിയ സജിതയുടെ കലാഭാഷ വ്യക്തിജീവിതത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന മറ്റൊരു കാലഘട്ടത്തിന്റെ സ്ത്രീയെ അടയാളമിടാൻ തുടങ്ങി. സ്ത്രീ എന്ന നിലയ്ക്കുള്ള ആന്തരിക പാഠം പത്മിനിയിലും സജിതയിലും പ്രവർത്തിച്ചത് വിഭിന്ന രീതിയിലാണ്. സജിത സ്വന്തം ഇച്ഛാശക്തിയെ പാതി വളർന്ന അവയവം പോലെ നിർത്തിയില്ല. പത്മിനിയിൽ ആ പാസീവ്നെസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് സട്ടിലിറ്റി ഉണ്ട്. ഒരുപക്ഷെ സജിത ആ സട്ടിലിറ്റിയെ ഉപേക്ഷിച്ചു എന്ന് വേണം കരുതാൻ. സ്വന്തം വ്യക്തിപരത പഠനകാലത്ത് തന്നെ വ്യക്തമാക്കാൻ തുടങ്ങി. യഥാർത്ഥ ജീവിതത്തിൽ സങ്കോചത്തോടെ മാത്രം വളരുന്ന പെണ്ണുടലിനെ മാറ്റിപ്പണിയാനുള്ള വലിയ സാധ്യതകളിലേക്ക് സജിതയെ നയിച്ചത് സംഘർഷങ്ങളെ അവഗണിക്കാതെ തൻ്റെ ജീവിതാന്തരീക്ഷങ്ങളോട് നിരന്തരം കലഹിച്ച വ്യക്തിജീവിതമാണ്. ലൈംഗികതയുടെയും മാതൃത്വത്തിൻ്റെയും കലയുടെയും അനുഭൂതി സാമഗ്രി ഉടലാണ്. അതിൻ്റെ ചലന സ്വാതന്ത്ര്യം തന്നെയാണ് വീട് തുച്ഛമായ ഔദാര്യങ്ങൾ കൊണ്ട് നിരന്തരം കീഴ്പ്പെടുത്തുന്നതും തടസ്സപ്പെടുത്തുന്നതും. അങ്ങനെ വീടുകളിൽ ശിഥിലമാക്കപ്പെടുന്ന സ്വേച്ഛയാണ് ആക്രമിക്കപ്പെടുന്ന ഉടലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ തകർക്കപ്പെടുന്ന ഉടലിനെ, അല്ലെങ്കിൽ തകർക്കപ്പെടുന്ന സ്വേച്ഛയെ, സ്വന്തം വില്ലിനെ സജിത ചിത്രരചന കൊണ്ട് ശുശ്രൂഷിച്ചുകൊണ്ടേയിരുന്നു. ശരീരം ബോധകേന്ദ്രമായി വരുമ്പോൾ മാത്രമേ ഒരു സമൂഹം അതിൻ്റെ സ്ത്രീവിരുദ്ധതയിൽ നിന്ന് മോചിതമാകൂ. അത്തരത്തിലുള്ള റിയലിസത്തിന്റെ മേധാവിത്വത്തിൽ നിന്നും അപ്പോഴേ അത് മോചിതമാവൂ. റിയലിസത്തിന് ഈ ശരീരം ബോധകേന്ദ്രമാവണ പ്രശ്നം ഉദിക്കണില്ല. ശരീരം റിയലിസത്തിന് പുറത്തു നിന്ന് നോക്കി കാണാനുള്ളതാ. ഈ ബോഡിക്ക് അകത്തൊരു ജന്മം മിടിക്കുന്നുണ്ട് എന്നുള്ളത് റിയലിസം നോക്കില്ല. യക്ഷിക്ക് കുറേശ്ശെ യക്ഷിയുടെ കണ്ണടച്ചുള്ള ഇരിപ്പും ആ കൈ മുഷ്ടി ചുരുട്ടിയുള്ള ഇരിപ്പും ആ കവച്ചുള്ള ഇരിപ്പും കൊണ്ട് നമുക്ക് തോന്നിയതാണ് ഇതിന്റെ വൈചിത്ര്യം. കാരണം ഇങ്ങനെ സ്ത്രീകൾ ഇരിക്കുമോ എന്നൊരു വൈചിത്ര്യം നമ്മുടെ ഉള്ളിലുണ്ട്. A strangeness is within us so that we see that there. പക്ഷെ ആക്ച്വലി യക്ഷിക്ക് അതുമില്ല, സ്ട്രേഞ്ച്നെസ്സും ഇല്ല. യക്ഷി ഈസ് എ വെരി വെരി റിയലിസ്റ്റിക് ഫിഗർ. പക്ഷെ ഇത്തിരി സ്ട്രേഞ്ച്നെസ്സോടുകൂടി യക്ഷി നമ്മളോട് ഇടപെടാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ ഉള്ളിലെ നഗ്നതയുടെയും അശ്ലീലത്തിൻ്റെയും ദ്വന്ദ്ങ്ങൾ ചാടിക്കയറി നമ്മുടെ ചർച്ചാ പരിസരം നിർണയിച്ചു. അപ്പോഴും എന്തു പറ്റി? ശരീരം ബോധകേന്ദ്രമാകുന്നില്ല. ശരീരത്തെ ബോധകേന്ദ്രമാക്കിയ ചിത്രകാരികൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും അവരെ നമ്മൾ വെറും വ്യക്തികളായിട്ട് മാത്രം കാണുന്നു. വെറും വ്യക്തികൾ. നമുക്ക് ഇഷ്ടപ്പെടുകയോ ദേഷ്യപ്പെടുകയോ നമുക്ക് അറ്റാക്ക് ചെയ്യുകയോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറെ മനുഷ്യരൂപങ്ങൾ. പക്ഷെ ഇവരുടെ ബൗദ്ധികത, ഇന്റലക്ച്വൽ എന്ന് ഞാൻ അതിനെയാണ് വിളിക്കുന്നത്. ശരീരത്തെക്കുറിച്ച് തന്നെയുള്ള ആന്തരികമായ ചില തിരിച്ചറിവുകൾ ഇവർ മുന്നിൽ വെച്ചിട്ടുണ്ട്. ആ ഭാഷയെ നിങ്ങൾ വിമർശിക്കണം. അവിടെ അതിക്കേറി വിമർശിക്കുന്ന ആളുകളെ കാണാനില്ല. ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞ് ഞാൻ തന്നെ നാളെ ഇതിന്റെ പരിമിതിയെ കുറിച്ച് ചിലപ്പോൾ ഞാൻ പറഞ്ഞു വരും. പക്ഷേ അത് പറയണമെങ്കിൽ അത് പറയാൻ ക്രിട്ടിക്കലായിട്ടുള്ള അധികാരം കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഭാഷ എന്താണെന്ന് ആദ്യം തിരിച്ച് കാണിച്ചു തരണം. അല്ലെങ്കിൽ ഈ വിമർശനത്തിന് നടക്കരുത്. ഇവിടെ ഒരു പെൺമനുഷ്യന് അനിവാര്യമായ ഒരുതരം ഉടൽബോധം എന്നത് കലയിലെങ്കിലും അതിന് പ്രതിനിധാനങ്ങളുടെ അപൂർണതയും അസാധ്യതയുമായിരിക്കാനാവുക എന്നതാണ്. അതായത് ശരീരത്തിന് പ്രതിനിധാനപ്പെടാൻ അസാധ്യമായിരിക്കുക എന്നുള്ള അവസ്ഥ, അത് ശരീരത്തിന് ഏറ്റവും സുഖമുള്ള അവസ്ഥയാണ്. ശരീരം പുറത്തുനിന്ന് കാണപ്പെടുകയും മറ്റൊരാളാൽ പ്രതിനിധാനം ചെയ്യപ്പെടുകയും ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക എന്ന് പറഞ്ഞൊരു അനുഭവം. ഇവിടെ ഒരു പെൺമനുഷ്യന് അനിവാര്യമായ ഒരു ഉടൽബോധം എന്നത് കലയിലൂടെയെങ്കിലും അതിന് പ്രതിനിധാനങ്ങളുടെ അപൂർണതയും അസാധ്യതയുമായിരിക്കാനാവുക എന്നതാണ്. ആ വിധത്തിലൊരു ശില്പമാണ് NN റിംസന്റെ അമ്മ വീട് എന്ന് പറഞ്ഞ ശില്പം.
അത് മാതൃത്വത്തെ പ്രതിനിധാനം ചെയ്യുകയല്ല. അത് കലയിലും ഉടലിലും നിരന്തരം പ്രവർത്തിക്കുന്ന, കൈമാറ്റം ചെയ്യാൻ ഭാഷ അപൂർണമാകുന്ന അത്രമേൽ വ്യക്തി നിർവിശേഷകമായ ഓർമ്മയുടെ ഒരു ചിന്തയാണ്. എന്താ ഈ ഓർമ്മ എന്ന് ഞാൻ പറയാട്ടോ. പേരും പിറപ്പും, ഇത് കണ്ടാൽ നമുക്കൊരു ഗർഭവയർ ഓർമ്മ വരും അല്ലേ, ഒരു അമ്മ വയറ് ഓർമ്മ വരും. അമ്മ വീടിന് താഴെ എഴുതിയും വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ രഹസ്യം ഞാൻ കാണുന്നത് പേരും പിറപ്പും മനുഷ്യന്റെ ഉടലുകളിൽ നിരന്തരമായ അനിശ്ചിതത്വം അനുഭവപ്പെടുത്തുന്നു. അമ്മ വയറിനോട് ചരിത്രപരമായ അകലം പുലർത്തുന്നു. ഈ നമ്മളെപ്പോഴും പ്രസവം പെണ്ണിന്റെ പണി മാത്രമാണെന്നാണ് പറയാറ്. വിമൻസ് സ്ത്രീ രോഗം എന്നല്ലേ നമ്മൾ പറയാ. സ്ത്രീ രോഗത്തിന്റെ കീഴിലാണ് പ്രസവമൊക്കെ കൊണ്ടിടുക. ഗർഭപാത്ര സംബന്ധമായ എന്തും സ്ത്രീയുടെ കാര്യമാണ്. അല്ല, എല്ലാ മനുഷ്യന്റെയും കാര്യമാണ്. ഇതിനകത്ത് കിടന്നിട്ടല്ലേ നമ്മളൊക്കെ പുറത്തേക്ക് വന്നേ. അപ്പൊ ഈ കിടന്നവന്റെ ജനനത്തെ നമ്മൾ എന്തേ പറയാത്തെ? പേരിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പിറപ്പിനെ കുറിച്ച് എന്തേ പറയാത്തെ? പിറക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? രണ്ടായി മാറുക, വിട്ടുപോവുകയാണ്. ആദ്യം തന്നെ സംഭവിക്കുന്നത് മറവിയാണ്, വിടലാണ്, വിട്ടുപോരലാണ്. ഏറ്റവും വലിയ കണക്ഷൻ ശരീരത്തിന്റെ അകംപൂർവ്വം ഒന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിടുതിയാണ്. ഈ വിടുതി നമ്മൾ ഇഷ്ടമുണ്ടോ ഇല്ലയോ, അമ്മയ്ക്ക് ഇഷ്ടമുണ്ടോ കുട്ടിക്ക് ഇഷ്ടമുണ്ടോ, പക്ഷെ ദാറ്റ് ഈസ് പിറവി. അപ്പോ ഈ അനിശ്ചിതത്വമാണിത്. ഇത് അമ്മ വയറിനോട് ചരിത്രപരമായ അകലം പുലർത്തിക്കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ അനിശ്ചിതത്വത്തെ നേരിടുന്നത്. ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല എന്നുള്ള പോലെ അമ്മയെ ആവശ്യത്തിന് അത്രയും ആശ്രയിച്ച ശേഷം അമ്മയെ തള്ളിമാറ്റി പുത്രനും പുത്രിയും വളർന്നു വലുതായി വരുന്നു. ഈ ഒരു അകലം സൃഷ്ടിക്കുന്ന ഓർമ്മയുണ്ട് നമ്മുടെ ഉള്ളിൽ. അമ്മ വയർ എന്ന് പറഞ്ഞൊരു ഓർമ്മയുണ്ട്. അമ്മ വയറിനെ അപ്പൊ ഒരു വലിയ പ്രശ്നം ഈ വർക്കിൽ ചിലപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് പ്രസന്റ് ചെയ്തിപ്പോ വിപുലമായിട്ട് ഇതൊരു ലേഖനമായിട്ട് പ്രസന്റ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ഇതിലും ഇല്ലേ അമ്മ വയറിന്റെ എന്താണ് എക്സോട്ടിസൈസേഷൻ എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ അമ്മ വയറിന്റെ ഗ്ലോറിഫിക്കേഷൻ, എക്സോട്ടിസേഷൻ അല്ല ഗ്ലോറിഫിക്കേഷൻ എന്ന് ചോദിച്ചു. ആ ചോദ്യം അവിടെ ഇരിക്കട്ടെ. അപ്പോ ഇത് സത്യത്തിൽ ആ അകലം സൃഷ്ടിക്കുന്ന ഓർമ്മ കൊണ്ടുള്ള വിക്ഷേപം മാത്രമല്ല, ചീളുകളായി ചിതറിയ മനുഷ്യ ലൈംഗികതയുടെ ജാഗ്രത കൂടിയാണ് എന്ന് തോന്നിപ്പിക്കുന്നു റംസന്റെ ശില്പം. അത് കലയിൽ പോലും വൈദഗ്ധ്യ പ്രദർശനത്തിനുള്ള ഉറച്ച യാതൊരു സാമഗ്രിയും നൽകുന്ന ഒരു മനോനിലയല്ല. ഇത് ചെയ്യാൻ വലിയ വൈദഗ്ധ്യം വേണം എന്ന് ശില്പിയും കാണിക്കുന്നില്ല, കാണുന്നവനും തോന്നുന്നില്ല. പക്ഷെ അതിനാവശ്യമായ ചെറു വൈദഗ്ധ്യം മാത്രമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മാസ്റ്റർ പീസുകളുടെ സ്വയംപൂർണ്ണമെന്ന് അഭിമാനിക്കുന്ന ആൺമൂല്യങ്ങളിൽ നിന്നും അവരുടെ രതികാമന നോട്ടങ്ങളിൽ നൽകുന്ന പതിവ് ശീലങ്ങളിൽ നിന്നും തിരിച്ചിറങ്ങിയ ആൾക്ക് ഇങ്ങനെ പാതി കൊത്തി മിനുക്കിയ ശില്പത്തിന്റെ പുതിയ ഉരുപ്പടി ഉണ്ടാക്കാൻ പറ്റൂ. ഇങ്ങനെ ശരീരം അതിൽ തന്നെ ഒരു ബോധകേന്ദ്രമായി വരുമ്പോൾ ഒരു സമൂഹത്തിൽ ഇന്ദ്രിയാനുഭവത്തിൻ്റെതായ ഒരു സംസ്കാര ചരിത്രം ഉണ്ടാകുന്നു. പക്ഷെ ഇവിടെ മറ്റൊന്നുണ്ട്. ഉടലിന്റെ ഇന്ദ്രിയാനുഭവങ്ങളെ തടയുന്ന ആചാരാനുഷ്ഠാനങ്ങളിലും അസ്വാതന്ത്ര്യങ്ങളിലും വ്യക്തിവികാസത്തിന്റെ മുരടിപ്പിലും പെടുന്ന പെണ്ണുടൽ ബോധം ഒരു കലാകാരിയെ കൊണ്ടു ചെന്നിടുന്നത് തികച്ചും കലാവിരുദ്ധമായിട്ടുള്ള അവസ്ഥകളിലാണ്. എന്നാൽ കല എന്നത് ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണെന്നും പാരമ്പര്യ ശീലങ്ങളൊക്കെ പൊട്ടിച്ചെറിയണമെന്നും ഉദ്ഘോഷിക്കുന്നതാണ് ആധുനിക കലയുടെ ലോകം. ഞാനിപ്പോ പറയുന്നത് നമ്മുടെ ക്ലാസ്സിൽ നിത്യനിദാനം കാണുന്ന ഞാനടക്കമുള്ള പെണ്ണുങ്ങളുടെ പ്രശ്നമാണ്. അതായത് നമ്മൾ വീട്ടില് പലതരം വ്യക്തിവികാസത്തിനെ മുരടിപ്പിക്കുന്ന പലതരം സുരക്ഷാ പ്രശ്നങ്ങളിൽ ഉഴറുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഇപ്പൊ ഞാനത് ഉയർന്നുണ്ടോ എന്ന് വേറെ ചോദ്യമാണ്. അതൊക്കെ നമ്മൾ എന്നെ തട്ടിക്കളഞ്ഞ് പോന്ന കാണ്ടാണ് ഇങ്ങനെ നിൽക്കാൻ പറ്റണേ, അത് വേറെ ചോദ്യം. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ സ്ത്രീകൾ എന്ന് പറയുന്ന അനുഭവ ലോകം ഉണ്ടല്ലോ, ആ അനുഭവ ലോകത്തിൽ ഇത് ഇന്നും കൃത്യമാണ്. ഇപ്പോഴും അകറ്റി നിർത്തപ്പെടുന്ന അയിത്തം ആചരിക്കുന്ന വീടുകളുണ്ട്. എൻ്റെ ക്ലാസ്സിൽ വരുന്ന കൊച്ചു പെൺകുട്ടികളുണ്ട്. എനിക്കതിനെ കാണാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് സ്ത്രീ ജീവിതത്തെ ഞാനിപ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇതിന്റെ ഉള്ളിൽ നിന്നാണ് വീട്ടിൽ അയിത്തം ആചരിക്കുന്ന സ്ഥലത്തു നിന്നാണ് കോളേജിൽ വന്നിട്ട് നമ്മൾ എന്താവണം? സ്വതന്ത്രരാവണം. അടിപൊളിയല്ലേ? വീട്ടില് എല്ലാ കാര്യത്തിലും അയിത്തമാണ്. എല്ലാ കാര്യത്തിലും പെണ്ണ് അവളെല്ലാം പണിയെടുക്കണം, അവളെല്ലാം ചൂഷണം ചെയ്യണം. പക്ഷെ കോളേജിൽ വന്നാൽ എന്ത് ചെയ്യണം? വ്യക്തി സ്വാതന്ത്ര്യം പരമാനന്ദമായിട്ട് കാണിക്കണം. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ മനുഷ്യന്? എളുപ്പമാണോ? ഈ വൈരുദ്ധ്യങ്ങൾ എന്താ പറയാ തുടർന്നു പോകുന്നുണ്ട്. അപ്പോ എന്താ ഉണ്ടാവണമെന്ന് ചോദിച്ചാൽ, അത് ആദിമമായ എന്തും ആകർഷകമായ നവീനതയിൽ അകന്നു നിന്നുകൊണ്ട് കാണാവുന്ന ഒരു വിചിത്രമായ ഊർജ്ജസ്ഥാനമായിട്ട് അത്തരം പെൺകുട്ടികൾക്ക് തോന്നാം. അതായത് വളരെ നവീനതയിൽ കാണാവുന്ന പല കാര്യങ്ങളും ഈ ആദിമതയുടെ ഭാരത്തിനെ
കയ്യിൽ കൊണ്ടു നടക്കുന്ന സ്ത്രീകൾക്ക് ഈ വളരെ നവീനമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഊർജ്ജസ്ഥാനായിട്ട് മാറാം. അതെല്ലാം തൻ്റേതല്ലാതാക്കുന്ന കൊളോണിയൽ ആധുനികതയും ഫ്യൂഡൽ കാഴ്ചയും ഒരുമിച്ച് പുലരുന്ന ഒരുതരം എന്താ പറയുക, മനുഷ്യ ശരീരം എന്ന് പറയുന്നത് തന്നെ ഒരുതരം ബീഭത്സ പദാർത്ഥമായിട്ട് മാറും. ഈ ബീഭത്സതയെ നേരിട്ടുകൊണ്ട് ഉടലെന്ന ആദിമമായ മിടുപ്പുകളുടെ ഈ ഇന്ദ്രിയപരത കലാകാരിക്ക് വീണ്ടെടുക്കാനാകൂ. ഇപ്പൊ ഞാൻ റിംസന്റെ വർക്കിനെ കുറിച്ച് പറഞ്ഞു, സജിതയുടെ വർക്കിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഇപ്പൊ ഞാൻ സംസാരിച്ചു വരുന്നത് അവർക്കൊക്കെ ശേഷമുള്ള ഇന്നത്തെ ലോകത്തിലും ഞാൻ കാണുന്ന വീട്ടിനകത്ത് അയിത്ത ആചരിക്കുകയും പുറത്തു വന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടി വരുന്ന പെൺകുട്ടികളുടെ അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് ഒരു പെൺകുട്ടി ഒരു 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 ഭാഷ ഉണ്ടാക്കിയത് എന്നുള്ള കഥയാണ് ഇനി വരാൻ പോണത്. രജനി SR എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വർക്ക്, പെൺകുട്ടിയല്ല കലാകാരിയുടെ വർക്ക്. 2022 ഫെബ്രുവരി മാസത്തിന്റെ ആദ്യ ആഴ്ചയിൽ ലളിത അക്കാദമി ദർബാർ ഹാൾ സെന്ററിൽ രജനി SR എന്ന കലാകാരി ലബ്ഡബ് എന്നൊരു പ്രദർശനം നടത്തിയിരുന്നു. രജനിയുടെ കലാകൃതികളിൽ പൊതുവെ സമകാലികരും നാഗരികരുമായ വുമൺ ആർട്ടിസ്റ്റുകളിൽ കാണപ്പെടാത്ത വിഷയമുണ്ട്: ആദിമതയുടെ ഉടലുണർത്തുകൾ, ആൺഭാഷയായ വിചിത്രവൽക്കരണം, എക്സോട്ടിക് റെപ്രസെന്റേഷൻ ഓഫ് ദ അതർ ബോഡീസ് ആൻഡ് കൾച്ചേഴ്സ്. കൂടാതെ പുതിയ രീതിയിൽ ആൺഭാഷയായ വിചിത്രവൽക്കരണം കൂടാതെ പുതിയ രീതിയിൽ അത് കാഴ്ചപ്പെടുത്താൻ രജനിക്കറിയാം. സ്ത്രീവാദ നരവംശ ബോധത്തിന് ആസ്വാദനമോ കർത്തൃത്വമോ അസാധ്യമാക്കുന്ന ഒരു വിഷയസ്ഥാനമാണ് ഈ വിചിത്രവൽക്കരണം. എക്സോട്ടിക് ആയിട്ടുള്ള എക്സോട്ടിസൈസിങ് ലാംഗ്വേജ് സ്ത്രീകൾക്ക് സ്വതവേ പ്രയാസമാണ്. കാരണം നമുക്ക് താഴെയുള്ള കീഴാളരായിട്ടുള്ള ഒരു സുന്ദര വസ്തുവിനെ കണ്ടെത്തണം. സ്ത്രീകൾക്ക് പലപ്പോഴും അതിനുള്ള അധികാരം ഇല്ല, ജീവിതാനുഭവത്തിൽ ഇല്ലത്. അതുകൊണ്ട് എക്സോട്ടിസൈസ് നേരെ ചെയ്യാൻ പറ്റില്ല. പിന്നെന്താ ചെയ്യാൻ പറ്റുക? എക്സോട്ടിസൈസിങ്ങിന്റെ വാലി പിടിച്ച് തൂക്കി തിരിച്ചിടാം. ഈ തിരിച്ചിടൽ ഇവിടെ രജനി നടത്തുന്നുണ്ട്. രജനിയുടെ ചിത്രങ്ങൾ ചാക്കില് ചണനൂല് കൊണ്ട്, അതുപോലെ കക്ക, പലതരം സാധനങ്ങൾ, വിലിനിലി സാധനങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് ഒരു എന്താ പറയുക, ശരീരത്തെ മുലയിൽ നിന്ന് ഒഴുകുന്ന പാലിനെ നൂലുകൊണ്ട് കാണിക്കുന്ന ഒരു ശില്പി പോരെ. ഇങ്ങനെയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ആ ശില്പങ്ങളെ. ഇങ്ങനെ ചില സിഗ്നിഫിക്കേഷൻ പ്രോസസ്സുകൾ. ഇതൊന്നും പണിക്കരൊക്കെ ചെയ്ത പോലുള്ള സ്യൂഡോ ലിംഗ്വിസ്റ്റിക് സിഗ്നിഫിക്കേഷൻ അല്ല. ഇത് ജീവിതാനുഭവത്തിൽ നിന്ന് ഇന്ദ്രിയാനുഭവമായിട്ട് ശരീരത്തെ എടുത്തിട്ട് അതിന് പറ്റിയ ഒരു സെമിയോട്ടിക് ലോകം തന്നെ ഒരു സ്ത്രീ കണ്ടെത്തുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ്. അത് പുരുഷന്റെ ഭാഷയായിട്ടുള്ള ഈ എന്താ പറയാ എക്സോട്ടിസൈസേഷൻ കൊണ്ട് സ്വന്തം ശരീരാനുഭവത്തെ എക്സോട്ടിക് ആയിട്ട് മറച്ചു കാണിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മുലയിൽ നിന്ന് ഒഴുകുന്ന പാലിനെ തൂക്കിയിട്ട നൂലായിട്ട് കാണിക്കാം. അപ്പൊ അതിന് സത്യത്തിൽ എന്താ, അത് കാണുമ്പോൾ നമുക്ക് അവേർഷൻ ഉണ്ടാവുന്നു, വെറുപ്പുണ്ടാവുന്നു. എന്നാൽ എക്സോട്ടിസൈസിങ് ലാംഗ്വേജിൽ എങ്ങനെയാ? വെറുപ്പല്ലല്ലോ ഉണ്ടാവുക, സ്നേഹമല്ലേ. അതാ ഞാൻ പറഞ്ഞ തലേമ പിടിച്ചിട്ട് വാലിബ് പിടിച്ച് തൂക്കി ഇട്ടു. എക്സോട്ടിസൈസിങ് കണ്ണിനെ അതിൻ്റെ അടിയിൽ നിന്ന് പിടിച്ച് മുകളിലേക്ക് പൊക്കിയപ്പോൾ നമുക്ക് വെറുപ്പുണ്ടായത്. എന്നാൽ രണ്ടിലും ഒരു ആദിമത, ഒരു പഴയ സാധനം, ഒരു പഴയതിലുള്ള താല്പര്യം, ഒരു നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ ആദിമതയെ, പുരുഷന്റെ കാഴ്ചയിലുള്ള ആദിമതയെ നമ്മൾ അഡ്രസ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് ലാംഗ്വേജ് കിട്ടില്ല. പക്ഷെ ഈ ലാംഗ്വേജിൻ്റെ ഒരു ചിഹ്ന പരിസരം രജനിയുടെ ശില്പങ്ങളിലുണ്ട്, ഇൻസ്റ്റലേഷനുകളിലുണ്ട്. രജനിക്ക് ശേഷം 1-2 പേരുടെ ലാംഗ്വേജ് പോലുമായിട്ട് അത് തുടരുന്നുണ്ട്. ഈ സ്ത്രീ നമ്മുടെ ഇടയിൽ കോളേജുകളിൽ തിരുവനന്തപുരം ഫൈൻ ആർട്സിലേക്ക് കഴിഞ്ഞ കൊല്ലം 2 കൊല്ലം മുമ്പ് പാസ് ഔട്ടായ ഒരു പെൺകുട്ടിയുടെ വർക്കിൽ അതുണ്ട്. ഈ ഇത്തരം അബ്ഹോറിങ് ആയിട്ടുള്ള, നമുക്ക് വെറുപ്പ് തോന്നുന്ന ഉടൽ പരിസരങ്ങളെ ഈ പറഞ്ഞ പോലെ അബ്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഭാഷയിലല്ലാതെ ശരിക്കും ഫിഗറായിട്ട് തന്നെ, ഒരു ഫിഗറേഷൻ ആയിട്ട് തന്നെ കണ്ടുകൊണ്ട്, എന്നാൽ റിയലിസത്തിലേക്ക് പോകാതെ ഫിഗറേഷൻ ആയിട്ട് തന്നെ ഇതിനെ മാറ്റിക്കൊണ്ട് അഞ്ജലി സദാനന്ദൻ വേറൊരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആലോചന കൊണ്ടുവരുന്നുണ്ട് ഇല്ലേ. ഇതൊന്നും ഈ പറയുന്ന മനുഷ്യരൊക്കെ, അവരെയൊക്കെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? പല എക്സിബിഷൻസിനും അവിടെ ഇവിടെ എല്ലാ എക്സിബിഷനും ഓടി നടന്ന് നമ്മൾ കാണുന്നു, വളരെ സജീവമായ കാലാവസ്ഥ. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് എന്തെന്ന് നമ്മുടെ വർക്ക് കാണിച്ചുകൊണ്ടിരിക്കും. ആ വർക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നതിനെ വേറിട്ട് തിരിച്ച് കുറിപ്പിടാൻ ആള് തികയുന്നില്ല ഇവിടെ.
നിരൂപണം, കലയുടെ ഭാഷ, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്നു എന്ന് പറയാൻ നമ്മുടെ ഇടയിൽ ആളില്ല എന്നുള്ളത് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. റിയലിസ്റ്റ് ബൃഹദാകാരങ്ങളുടെ ഭാഷയെ, കണയുടെയൊക്കെ, അതിനെ സ്വന്തം വംശമുറിവുകളുടെ ആവിഷ്കാരത്തിന് വേണ്ടി തയ്യാറാക്കുന്ന വിധമുള്ള E.G. ചിത്രയുടെ ശില്പഭാഷ അതിനുദാഹരണം. ശില്പം നിർമ്മിക്കാൻ വേണ്ടതായ ശാരീരിക അധ്വാനം താരതമ്യേന ദുർബല ദേഹമുള്ള സ്ത്രീക്ക് വെല്ലുവിളികളാണെന്നതാകട്ടെ കുറെ കൂടി ഉദാരമനസ്കവും ആധുനികവുമായ ഇന്നത്തെ പുരുഷാധിപത്യത്തിന്റെ ഒരു ധാരണയാണ്. പെണ്ണിന് തന്നെക്കാൾ ഇത്രയും വലിയ ശില്പമൊക്കെ അങ്ങനെ തനിയെ ഉണ്ടാക്കാൻ പറ്റുമോ? ഭർത്താവായ ആ യുവാവാകും സഹായിക്കുന്നത്. പക്ഷെ അഭിമുഖം ഇരുന്നപ്പോൾ അവരുടെ കൈകളിൽ ശില്പപ്പണി ചെയ്തതിന്റെ തഴമ്പ് കാണാമായിരുന്നു. ഒരുപക്ഷെ അവർ തന്നെയാകാം അത് ചെയ്തത്. അതോ അങ്ങനെ അല്ലെന്നുണ്ടോ? ഇത്രയും പറഞ്ഞത് ഞാൻ കൃത്യമായിട്ട് ഒരാളുടെ കൊട്ടേഷനാണ്. അത് ആരാന്ന് പറയേണ്ട കാര്യമില്ല. ചിത്രയെ കണ്ട ഒരു സ്നേഹമുള്ള ഒരു പുരുഷ കേസരി പറഞ്ഞതാണ്. അതിന് അവർ നോക്കുമ്പോൾ അവരുടെ കയ്യിൽ കുറച്ച് തഴമ്പുണ്ട്. അപ്പോൾ അനന്തം ചെയ്തതാവില്ലല്ലേ? രസമല്ലേ? ചിത്ര പലപ്പോഴും കേട്ടിട്ടുള്ള ഊഹാപോഹങ്ങൾ തന്നെയാണ്. ഇത് പോരാഞ്ഞിട്ട് ശില്പത്തിന് വേണ്ടതായ ബൗദ്ധികതയും സ്ത്രീ സഹജമല്ല എന്ന ധാരണ പ്രബലമാണ്. മനുഷ്യവംശത്തിന്റെ സംസ്കാര തുടക്കങ്ങളിൽ തന്നെ സ്മാരക വലിപ്പത്തിൽ ചെയ്യുന്ന കലാസൃഷ്ടിയാണ് ശില്പം. മോണ്യുമെന്റൽ സ്കെയിൽ. വാസ്തുവിദ്യാപരമാണ്, ആർക്കിടെക്ടോണിക്കാണ് ശില്പത്തിന്റെ നിലനിൽപ്പ്. ഈ വലുപ്പവും കരുത്തിന്റെയും പ്രതാപത്തിന്റെയും പ്രതീകമാണ്. 20-ാം നൂറ്റാണ്ടിന്റെ മൂർത്തിഭാവമായ ഒരു ശില്പമായി കണക്കാക്കപ്പെടുന്ന ദി തിങ്കർ അഥവാ ചിന്താമഗ്നൻ ആയി ഒരു സ്ത്രീയെ ഭാവന ചെയ്യുന്നത് ദുഷ്കരമാണ്. സ്ത്രീകളായ ബുദ്ധിജീവികൾക്ക് ദൈക്ഷണികതയുടെ പേരിൽ ആരാധകപ്പട ഇല്ലാതിരിക്കുക എന്നത് കേരളത്തിലെ സാംസ്കാരിക പൊതുമണ്ഡലത്തിൽ ചരിത്രപരമായൊരു പതിവാണെന്നുള്ള സ്ത്രീവാദ സംസ്കാര ഗവേഷക ജെ ദേവികയുടെ പ്രസ്താവന ഇതോട് കൂട്ടി വായിക്കാം. അങ്ങനെ അവരുടെ ബൗദ്ധികതയുടെ പേരിൽ ആരാധകരൊന്നും ഉണ്ടാവാറില്ല. ഇനി നർത്തകിയോ അലങ്കാര വിഭൂഷിതയോ നഗ്നയോ കാമിനിയോ ആയിട്ടാണ് സ്ത്രീകൾ കല്ലിൽ കൊത്തിവെക്കപ്പെടുന്ന കവിതയാകാറുള്ളത്. എന്നാൽ അപൂർവമായി ഉണ്ടാകുന്ന പെൺശില്പിയുടെ ലോകം സ്ത്രീരൂപങ്ങൾ ഉപയോഗിച്ച് ഇത്തരം ലൈംഗികമായ സൂചനകളേക്കാൾ ഗാഢമായ അടുപ്പവും ഇഴുക്കവും ദുഃഖവും നിറഞ്ഞ വിനിമയങ്ങൾ പകരുന്നു. രണ്ട് കല്ലിൻ്റെ നടുവിൽ ഇൻ ബിറ്റ്വീൻ കിസസ് ശരീരം അതിൽ തന്നെ ഒരു ബോധകേന്ദ്രമായി വരുമ്പോൾ ഇങ്ങനെ പത്മിനിയുടെ യൂട്ടോപ്പിയൻ ലോകം ഗ്ലോബൽ പൗരമണ്ഡലത്തിന്റെ ഒരു ഹെറ്ററോട്ടോപ്പിയയ്ക്ക് വഴിമാറുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത കലാകാരി എന്ന ഉണർവിലൂടെയാണ് അത് സംഭവിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞ മൂന്നാമത്തെ ഭാഗം ഈ പ്രസന്റേഷന്റെ സ്ഥാപനപരവും പ്രക്രിയാപരവുമായ തൻ്റെ ഇടം. കലാകാരി എന്ന ഉണർവ് ഞാൻ പറഞ്ഞല്ലോ, അതുകൂടെ നമ്മുടെ ഇടയിലുണ്ട്. അത് നിങ്ങൾക്കൊക്കെ തെളിവുള്ള കാര്യമാണ്. അത് മനുഷ്യന്റെ ഇന്ദ്രിയ ശേഷികളുടെ എല്ലാം ക്രമരഹിതമായ സ്വഭാവത്തെ അതേപടി സ്വീകരിക്കുന്നു. കയോട്ടിക് നേച്ചർ ഓഫ് ദ സെൻസിബിൾ. കാഴ്ച, സ്പർശം, ഗന്ധം, കേൾവി ഇതെല്ലാം തന്നെ അനുഭവത്തിന്റെ കാലത്തെയും തൻ്റെ ഇടത്തെയും രൂപീകരിക്കുന്നു. കലാകാരിയുടെ കലാഭാഷയിൽ കണ്ടതും കാണാത്തതും തമ്മിൽ ദ്വന്ദ്വമില്ല. തൊടുന്നതും തൊടാനാകാത്തതും സ്വത്വവും അപരവും തമ്മിൽ വൈരുദ്ധ്യമില്ല. അവയെല്ലാം ചരിത്ര പ്രക്രിയയിലെ ഓരോ അനുഭവരാശികളാണ്. മാറ്റം വരുത്താവുന്നതും വരുത്തേണ്ടതുമായ ഗ്രാഹ്യമാണ് അവ പകരുന്നത്. കലാകാരി എന്ന ആശയം ഭാവനയുടെ ചരിത്രത്തിൽ നിന്ന് ഊർജം സ്വീകരിച്ച തങ്ങളുടെ ഇന്ദ്രിയ ശേഷികൾ നിരന്തരം സ്വയം പുതുക്കുന്ന ഏതൊരാളെയും ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാവാം. അത് ആണായാലും വേണ്ടില്ല, ഇന്റർസെക്ഷണൽ ആയിട്ടുള്ള സ്പെക്ട്രത്തിലുള്ള ആരായാലും വേണ്ടില്ല. പലപ്പോഴും കലാകാരികളെ കുറിച്ച് പറയുമ്പോഴും ദൃശ്യകലാകാരി കൂട്ടായ്മ ഉണ്ടാക്കിയപ്പോഴും ഞങ്ങളൊക്കെ കേട്ടൊരു വലിയ പഴി എന്താണെന്നറിയാമോ? കളക്റ്റീവുകളൊക്കെ നമ്മൾ ആൺചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്തിനാണ്? സമ്മർദ്ദ ഗ്രൂപ്പ് ഉണ്ടാക്കാനാണ്, പരസ്പരം ക്ലിക്കും പരിപാടികളും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സ്ത്രീകൾ കൂടുമ്പോഴും അതല്ലേ സാധ്യതയുള്ളൂ, അല്ലാത്ത എന്തെങ്കിലും സാധ്യത നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റണില്ല. നമ്മുടെ ഭാവനയ്ക്ക് അത്രയും വലിപ്പമുള്ളൂ. പക്ഷെ സ്ത്രീകൾ കൂടിയപ്പോൾ സത്യത്തിൽ എന്തായിരുന്നു നമ്മുടെ ഉദ്ദേശം എന്നുള്ളത് അതിനകത്തിരിക്കുന്ന നമുക്കറിയാം. ഇത് തന്നെയാണ് ഉദ്ദേശം. നമ്മൾ ഇങ്ങനെ ചെയ്ത് പോയേനെ, ഇങ്ങനെ പരന്ന് പോയേനെ, ഒരു തലോടൽ പോലും ഇല്ലാതെ എല്ലാ തലോടലും ചതികളായി മാറുന്ന ലോകത്ത് ഒന്ന് അങ്ങടികിടും തലോടാൻ മാത്രമാണ് നമ്മൾ കൂട്ടും കൂടിയത്. അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ 3 വർഷമായി ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ. പിന്നെ നമ്മൾ പറയും ലളിതകലാ അക്കാദമിയിൽ ചെയർമാനോ സെക്രട്ടറിയോ ആയിട്ട് സ്ത്രീകളില്ല, അധികാര സ്ഥാനങ്ങളിൽ സ്ത്രീകളില്ല, സ്ത്രീകൾക്ക് ചിത്രം വരയ്ക്കാൻ സ്ഥലമില്ല. 13 പോയിന്റുകളുടെ ഒരു ദീർഘമായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു മെമ്മോറാണ്ടം നമ്മൾ ഗവൺമെന്റിന് കൊടുത്തു.
ഇവിടുത്തെ വിദ്യാർത്ഥിനികളുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുത്തു. പക്ഷേ അവിടെയും സ്ത്രീകളിൽ തന്നെയുള്ള വലിയ സംശയം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സ്ത്രീ എന്ന് പറയും തോറും നമ്മൾ തന്നെ ജെൻഡറിനെ റീപ്രൊഡ്യൂസ് ചെയ്യല്ലേ ചെയ്യുക എന്നൊരു ചോദ്യം. അതായത് ലോകത്തിലെ മനുഷ്യരാശിയെ നമ്മൾ നെടുകെ പിളർന്നുകൊണ്ട് നമ്മൾ അതിലെ സ്ത്രീക്ക് പക്ഷം പിടിക്കുകയല്ലേ ചെയ്യുക എന്ന്. പക്ഷേ സത്യത്തിൽ എന്താണ് ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ സ്ത്രീകൾ കൂടുമ്പോൾ സത്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പരസ്പരം എന്ത് ചെയ്യുന്നു എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റുഡിയോകളിൽ പോയി വിസിറ്റ് ചെയ്യുകയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണ്ടെന്ന് വെക്കുകയും, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടെന്ന് വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? എന്താ സംഭവിക്കുക? ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്ന ഏലിയനേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളെയാണ് ഇന്ന് ക്യാപിറ്റലിസത്തിന് ഏറ്റവും ഇഷ്ടം. ആണായാലും പെണ്ണായാലും വേണ്ടില്ല. അപ്പോൾ പെണ്ണെന്ന് പറയുന്ന അധികാരശൂന്യമായിട്ടുള്ള വർഗങ്ങൾ, ഇനി അധികാരം കുറച്ച് കിട്ടുന്ന സ്ത്രീകൾക്കും ഈ അധികാരം എന്തെന്ന് പഠിക്കാനും അവസരം ആവശ്യമാണ്. അധികാരം പുരുഷൻ ഉപയോഗിച്ച പോലെ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പുരുഷന്റെ എതിർലിംഗമായ ഒരു കലാകാരി മാത്രമേ ഉണ്ടാവൂ. അങ്ങനെയും ഇവിടെ ആളുകൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്, ഇല്ലെന്നല്ല. അപ്പോ ഈ തന്റേടത്തെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. സ്ഥാപനപരവും പ്രക്രിയാപരവുമായ തന്റേടം. അപ്പോ ഒരു ഭിന്നലൈംഗിക സമൂഹത്തിൽ, ഹെറ്ററോസെക്ഷൽ സമൂഹത്തിൽ താൻ കൂട്ടായി നയിച്ച സ്ത്രീ ജീവിതത്തെ പ്രതി കലാകാരി തന്നിൽ നിന്ന് ഉണരുന്ന കലാഭാഷകളെ ആ വിധത്തിൽ തിരിച്ചറിയുകയും ഒപ്പം തന്നെ തന്നിലൂടെ കടന്നു പോകുന്ന വംശജാതി വർഗപരതയുടെയും ശാരീരികമായ കഴിവുകേട് തുടങ്ങിയ ഏബിളിസ്റ്റ് ആയിട്ടുള്ള ആശയങ്ങളുടെയും പദവി മൂല്യങ്ങൾ നിർണ്ണയിക്കുന്ന പലതരം ഇന്റർസെക്ഷനാലിറ്റികളിലൂടെ കടന്നുപോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പറയുന്ന ഈ കലാകാരി കൂട്ടായ്മ എന്ന് പറയുന്ന സംഗതി ഹെറ്ററോസെക്ഷൽ വിമണിന്റെ ഒരു എക്സ്പെരിമെന്റൽ സ്പേസ് ആണ്. ഹെറ്ററോസെക്ഷൽ വിമൻ എന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീ എന്ന് പറയുന്നതിൽ എത്ര ജാതിബന്ധങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, എത്ര വർഗബന്ധങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. സ്ത്രീ എന്ന് പറയുന്ന എൻറ്റിറ്റിക്ക് അകത്ത് തന്നെ ഈ ബന്ധങ്ങളെ കുറിച്ചൊക്കെ പുരുഷന്മാർ ഇവിടെ കുറേ തർക്കങ്ങളും കുറേ ആശയങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ആശയങ്ങൾ ഉണ്ടാക്കി വെച്ചതിൽ ഒരു ജെൻഡർ സെൻസിറ്റീവ്നെസ് ഉണ്ടായിരുന്നതേയില്ല. പലപ്പോഴും നമ്മളത് എന്താ പറഞ്ഞിരുന്നത്, ഇവിടുത്തെ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങൾ പറയാറുള്ളത് വർഗസമരം അങ്ങോട്ട് പരിഹരിക്കാം. അപ്പൊ എന്തുണ്ടാവും? ലിംഗപ്രശ്നം തന്നെ ശരിയായിക്കോളും. എന്നിട്ട് ഇവിടെ ശരിയായോ വല്ലതും? വർഗപ്രശ്നവും പരിഹരിച്ചില്ല, ലിംഗപ്രശ്നം കൂടുതലാവുകയും ചെയ്തു. ഇതാണ് ഫലത്തിലുണ്ടായത്. അപ്പൊ ഇതെന്താ ഇങ്ങനെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ, സമീപകാലത്ത് കേരളത്തിൽ സൂരജ KS എന്ന ചിത്രകാരി നടത്തിയ പ്രദർശനത്തിന്റെ ടൈറ്റിൽ തന്നെ തൻ്റേത് ആകേണ്ട, തൻ്റേത് ആകാത്ത, തൻ്റേത് അല്ലാതായ ഇടം, അതാണ് തൻ്റെ ഇടം. ഇക്കാര്യം അത് വളരെ ശക്തമായി സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഇടങ്ങൾ അസ്ഥിരമായിരിക്കുന്നവരോട് അനശ്വരതയുടെ കലാമൂല്യങ്ങളെ കുറിച്ച് പറയരുത്, അവരത് തങ്ങളുടെ ചരിത്രത്തിൽ റദ്ദാക്കും. ഇടങ്ങൾ നേടിയവരോട് നിലനിൽപ്പിനെ കുറിച്ച് പറയരുത്, അവർക്കതിൽ ആകാംക്ഷയില്ല. ഇടങ്ങൾ നഷ്ടപ്പെടുന്നവരോടാകട്ടെ അവരുടെ ദേശത്തെ പറ്റി പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് ദേശഭക്തി ഉണ്ടാവണം എങ്ങനെയാ ഇടങ്ങളെ ഇല്ലാത്തവർക്ക്? ഹെറ്ററോടോപ്പിയ കലാകാരികൾക്ക് വളമാകുന്ന അസ്ഥിരതയുടെ പേരുമാണ്. നമ്മളപ്പോൾ ഒക്കെ ശരിക്കും ഇവിടെ നന്നായി ജീവിച്ചിരിക്കുന്നത് ഇതെല്ലാം സിസ്റ്റം അപ്പാടെ അസ്ഥിരമായതുകൊണ്ടാണ്. അപ്പോ ഈ പ്രക്രിയാപരമായ തൻ്റെ ഇടത്തിലാണ് നാട്ടിലെ ഏതൊരു സ്ത്രീയെയും പോലെ കലാകാരിയുടെയും തൊഴിലാളി വർഗ സമീപനങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഇനി ഞാൻ കലാകാരിയുടെ തൊഴിലാളി വർഗ സമീപനം എങ്ങനെ ഇരിക്കുന്നുണ്ട് എന്ന് ഉള്ളതിന് ചില തെളിവുകൾ, കലാഭാഷാപരം മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ, അങ്ങനത്തെ തെളിവുകൾ നമ്മുടെ ഇടയിലുണ്ട്. അത് കാണിക്കാം. നാട്ടിൽ വളരെ സജീവമായിരിക്കുന്ന പുരുഷാധികാരം വീട്ടിൽ പലപ്പോഴും തന്ത്രപരമായ അലസത കൊണ്ട് പരാതമായി പോകാറുണ്ട്. അനുഭവമല്ലേ നമുക്കൊക്കെ? പുറത്ത് നാട്ടിൽ വളരെ വീരശൂര പരാക്രമിയാണ്, വീടിനകത്ത് പരാതമാണ്. അപ്പോൾ എന്തുവരും? തങ്ങളുടെ അധ്വാന ശേഷി കൂട്ടിക്കൊണ്ട് വീട് പുലർത്തുന്ന കുടുംബശ്രീകളുടെ തൻ്റെയിടം സ്ത്രീ ശാക്തീകരണത്തിന്റെ തെളിവായി എപ്പോഴും വാഴ്ത്തപ്പെടുന്നു. പക്ഷെ ഭരണകൂടപരമായ അത്തരം സ്ത്രീ ശാക്തീകരണത്തിൽ തൻ്റെയിടം എന്ന തൻ്റെയിടം എത്ര വ്യവസ്ഥാപരമായ സ്ഥിരമൂല്യമാകുന്നു. ഇപ്പൊ സൂരജയുടെ പ്രദർശനത്തിൽ പറഞ്ഞത് എന്താ? തൻ്റേതാകേണ്ടതായ തൻ്റെ ആകാത്ത ഒരിടമാണ്. പക്ഷെ തൻ്റെയിടം എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ നട്ടെല്ല് പോലെയാണ്, അത് എപ്പോഴും ഉണ്ടാവണം. പെണ്ണാണെങ്കിൽ തൻ്റേടി ആവണം. തൻ്റേടി ആയാൽ കുഴപ്പം. തൻ്റെയിടം ഒരു വലിയ മൂല്യം, തൻ്റെയിടം ഒരു സ്ഥിരമൂല്യം അല്ല. അതാണ് വേറെ രസം. അതായത്
തൻ്റെ ഇടം എത്ര വ്യവസ്ഥാപരമായി സ്ഥിരമൂല്യമാകുന്നു എന്നറിയുമ്പോഴാണ് തൻ്റെ ഇടത്തിന്റെ ആത്യന്തികമായ ഗതികേടുകളെ പറ്റിയും സ്വാധികാരമില്ലായ്മയെ പറ്റിയും ഒരാൾ തിരിച്ചറിയുന്നത്. അവിടെയാണ് ഒരു സാധാരണ കുടുംബശ്രീയായി കാണപ്പെടുന്നവൾ തത്സമയം ഒരു കലാകാരിയാകുന്നത്, സ്വന്തമായ ഭാഷ കണ്ടെത്തുന്നത്, അമിതമായി വളർന്ന തൻ്റെ മുടി കൊണ്ട് പാറകെട്ടുണ്ടാക്കി അതിൽ നഗ്നയായി ഇരിക്കുന്നത്. സുരജയുടെ വർക്കുകൾ കണ്ടിട്ടുള്ളവർക്കറിയാം, മുടി കൊണ്ട് അഴിച്ചൊളിഞ്ഞൊളിഞ്ഞു വരുന്ന മുടി കൊണ്ട് കെട്ടിക്കെട്ടിക്കിട്ട് ഹനുമാന്റെ പോലെ കയറി അതുമേരിക്കും, ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ പതുങ്ങിയിരിക്കും. അതിൻ്റെ ഉള്ളിലെ നാടകങ്ങളാണ് ഈ മുടിക്കെട്ട് കൊണ്ടുള്ള നാടകങ്ങൾ. അപ്പൊ കലയും സ്ത്രീയും തൊഴിലിടങ്ങളും തമ്മിലുള്ളത് എന്താണ്? ആ ചോദ്യം ഇവിടെ പ്രധാനമാവും. കൂലിയുള്ള തൊഴിലിലേക്കുള്ള ബഹുജന പ്രവേശനത്തിന് വേണ്ടിയുള്ള ധാരാളം പ്രക്ഷോഭങ്ങളിൽ സ്ത്രീകൾ ഇഷ്ടംപോലെ ഏർപ്പെട്ടിട്ടുണ്ട്. തൊഴിലിനെയും തൊഴിലാളിയെയും ആദർശവൽക്കരിക്കുന്ന ബൃഹദാഖ്യാനങ്ങളും അവയുടെ ഭാഗമായി ലോകത്ത് വ്യാപിച്ചിട്ടുള്ള ഇടതുപക്ഷ പ്രവർത്തനങ്ങളും ഒട്ടനവധി തൊഴിലാളി സ്ത്രീകളുടെ ആശയ കേന്ദ്രമായിട്ടുണ്ട്. പക്ഷേ ആ ആഖ്യാനങ്ങൾ ഫലത്തിൽ അധ്വാനത്തെക്കുറിച്ചുള്ള ഒരു മുതലാളിത്ത ബൈനറി ഫയലിനെ നിലനിർത്തുന്നുണ്ട്. അതായത് സ്ത്രീവിരുദ്ധമാണെന്ന് മാത്രമല്ല, അത് തൊഴിൽപരമായ പ്രയോജനങ്ങൾക്ക് അപ്പുറമുള്ള എന്തെങ്കിലും ഇച്ഛിക്കാനും സൗന്ദര്യത്തിന്റെ സമഗ്രതയെ നിലനിർത്താനുമുള്ള സാമൂഹിക സാധ്യതയെ പരിഗണിക്കുന്നില്ല. പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? ഈ മുതലാളിത്ത പരിഗണനയിലും അതിനോടുള്ള പല രീതിയിലുള്ള വിമർശ സ്ഥാനമായിട്ട് പ്രത്യയശാസ്ത്രമായിട്ട് ഉണ്ടായി വന്നിട്ടുള്ള മാർക്സിയൻ ആലോചനകളിലും ഒക്കെയുള്ള ഒരു പ്രശ്നം പ്രൊഡക്റ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് എന്ന ലേബറിനെ വിഭജിച്ചിട്ടുണ്ട്. ഇവിടെ റിപ്രൊഡക്റ്റീവ് ലേബർ എവിടെ നിൽക്കുന്നു? പ്രൊഡക്റ്റീവ്, അൺപ്രൊഡക്റ്റീവ്. ബട്ട് വേർ സ്റ്റാൻഡ്സ് ദ റീപ്രൊഡക്റ്റീവ് ലേബർ ദാറ്റ് വിമൻ ഹാവ്? ഇനി റീപ്രൊഡക്റ്റീവ് ലേബർ ഒരു പ്രസവം കൊണ്ട് തീരുന്ന സാധനമല്ലല്ലോ, അതിൻ്റെ കൂടെ 100,000 കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. ഒരു കുട്ടിയെ വളർത്തി ഉണ്ടാക്കി വലുതാക്കി എല്ലാം കഴിഞ്ഞ് ചെറിയയിൽ പോണ വരെ നമ്മൾ അമ്മയാണ്, മാതൃത്വം, ഈ സാധനം കൂടെ വരികയാണ്. അപ്പോ വരുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, വിലയിലേക്കും ലാഭത്തിലേക്കും പരിണമിപ്പിക്കുന്ന അധ്വാനം മാത്രം ഉൽപാദനപരമെന്ന് മൂല്യമുള്ളതാകുന്നു. വിലയിലേക്കും ലാഭത്തിലേക്കും നേരിട്ട് പരിണമിക്കാത്തവ ഉൽപാദനപരം അല്ലാതാകുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് വംശ പുനരുൽപാദനത്തിനുള്ള പെണ്ണിന്റെ അധ്വാനം. ഇന്ന് എന്താ സംഭവിക്കണമെന്നറിയോ? വീടിനകത്ത് ഈ വിലയില്ലാത്ത അധ്വാനങ്ങളുണ്ടല്ലോ, വീട് വൃത്തിയാക്കുക, വീട്ടിലെ മുതിർന്നവരെ പരിചരിക്കുക, രോഗി പരിചരണം, ശിശു പരിചരണം, ഇതൊക്കെ വിലയില്ലാത്ത അധ്വാനാണ്. ഇത്രയും കാലം സ്ത്രീകൾ എടുത്തുകൊണ്ടിരുന്നതാ. ഇപ്പൊ ആ ഭാഗത്ത് സ്ത്രീകൾ തന്നെ അവനവന്റെ വീട്ടിൽ ആ ചുമതല നിർവഹിക്കുന്നതോടൊപ്പം തന്നെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന കാര്യത്തിന് കൂലി കിട്ടില്ല, പക്ഷെ പുറത്തു പോയി ചെയ്താൽ കൂലി കിട്ടും. ഇതൊരു കെയർ ഇക്കോണമി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കെയർ ഇക്കോണമി സത്യത്തിൽ എങ്ങനെ ഉണ്ടായതാന്ന് ചോദിച്ചാൽ, ഈ മുതലാളിത്ത ലോകത്തിന്റെ ഒരു സോഷ്യൽ റീപ്രൊഡക്ഷൻ പ്രോസസ്സിൽ അതിൻ്റെ ക്രൈസിസിനെ പരിഹരിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് വിമൻസ് ലേബർ ഇത്രയും കാലം നിന്നിരുന്നത്. പക്ഷെ അതിനെ പരിഹരിക്കാനുള്ള കാര്യമായിട്ട് വിമൻസ് ലേബർ പ്രൊഡക്റ്റീവ് ലേബർ ആയിട്ട് ഈ അൺപ്രൊഡക്റ്റീവ് ലേബറുകൾ കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അതിപ്പോ നടക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ അപ്പൊ എന്ത് വരുന്നു അറിയോ? തൊഴിലാളി എന്ന പദവിക്ക് കീഴിൽ ആരാണ്? ഇത്രയും കാലം ബീഡി തൊഴിലാളി, കരിങ്കല്ല് തൊഴിലാളി, പാറമട തൊഴിലാളി, ലോഡിംഗ് അൺലോഡിംഗ് തൊഴിൽ, ഇവരൊക്കെ തൊഴിലാളികളാണ്. കൃഷിക്കാരൻ, ഇവരൊക്കെ തൊഴിലാളികളാണ്. പക്ഷേ ഈ റബ്ബർ ടാപ്പിംഗ് പോകുന്ന ആള്, കച്ചറ വറക്കുന്ന ആള്, പൂ വിൽപ്പനക്കാരി, കക്കൂസ് കഴുകുന്ന ആള്, ആടിനെ കൊണ്ടു നടന്ന് ശരിയാക്കുന്ന ആള്, തീറ്റിക്കുന്ന ആള്, ഇവരൊക്കെ ഇവര് തൊഴിലാളിയാണോ? സത്യത്തിൽ തുണിക്കടയിൽ നിൽക്കുന്ന സ്ത്രീകള് ഇരിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു. നിയമമല്ല, അലിഖിതം. നിയമം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതിനെതിരെ സ്ത്രീകൾ പോരാടിയിട്ടാണ് ഇരിക്കാൻ, വേണ്ടി വന്നാലും ഒരു 5 മിനിറ്റ് ഇരിക്കാൻ അനുവാദം നേടിയത്. ഒരു വലിയ പെൺകൂട്ട് വിജി എന്ന് പറയുന്ന ചേച്ചിയുടെ പ്രവർത്തനം, അവരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം കൊണ്ട് ഇങ്ങനെ രാഷ്ട്രീയങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. ഇനിയാണ് ഞാൻ നമ്മുടെ ഇടയിൽ കലയിലെ കാര്യം പറയുന്നത്. ശ്രീജ പള്ളം അടുത്തിടെ വരച്ച ചിത്രങ്ങളുടെ പരമ്പരയാണ് തൊഴിൽ സ്ഥലങ്ങളിലെ സ്ത്രീകൾ, ദ വിമൻ ഇൻ വർക്കിംഗ് പ്ലേസസ്. അവയിൽ ചിലത് അവർ വിവിധ സ്ഥലങ്ങളിൽ പ്രദർശിപ്പിച്ചു. കൂലിയില്ലാതെ ചെയ്യേണ്ടി വരുന്ന പരിചരണ തൊഴിലുകളും ഗാർഹിക പീഡനവും കൂലിപ്പണി ചെയ്യാനുള്ള ഇടമില്ലായ്മ തന്നെയും സ്ത്രീകൾ സമൂഹത്തിൽ അനുഭവിക്കുന്ന ജീവിത പ്രതിസന്ധികളാണ്.
ഇവയെ തരണം ചെയ്ത തനിക്ക് ചുറ്റുമുള്ള സ്ത്രീകളെക്കുറിച്ചുള്ള ശ്രീജയുടെ അന്വേഷണത്തിന്റെ ഫലമാണ് തൊഴിൽ സ്ഥലങ്ങളിലെ സ്ത്രീകൾ എന്ന ചിത്രപരമ്പരയായി തീർന്നത്. തങ്ങൾക്ക് അവ്യക്തമായ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് അസംഘടിതമായി എടുക്കുന്ന തൊഴിൽ മനുഷ്യർക്ക് ഒരു വർഗബോധമോ അഭിമാനമോ പകരാതിരിക്കുന്നത് എങ്ങനെ എന്നത് ഈ ഒറ്റപ്പെട്ട ചിത്രങ്ങൾ കാണിക്കുന്നു. ഇതൊക്കെ കണ്ടാൽ നമ്മൾ മുന്നോട്ട് എന്ന് പറഞ്ഞ് എന്താണ് അരിവാളും ചുറ്റികയെടുത്ത് ഏന്തി നടന്നിരുന്ന പഴയ ഓർമ്മയില്ലേ? തൊഴിലാളി വർഗ അഭിമാനത്തെ സൂചിപ്പിച്ചിരുന്ന തൊഴിലാളിയാണോ ഇത്? അത്യന്തം ചൂഷിതമായൊരു തൊഴിൽ സംസ്കാരം ചുറ്റുപാടുമുള്ളത് ഈ കലാപ്രദർശനശാലയിൽ വെച്ച് ഇത് കാണുമ്പോൾ ഈ ഒറ്റപ്പെട്ട ചിത്രങ്ങൾ കൂട്ടിവെച്ച് ബൃഹത് സ്കെയിലിൽ ശ്രീജ അവതരിപ്പിച്ചപ്പോൾ ലോകമേ തറവാടിലാന്ന് തോന്നുന്നു ഇത്രയും വലിയ സ്കെയിലിൽ അവർ അത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. അങ്ങനെ കാണിക്കുമ്പോൾ അത് സവിശേഷ ശ്രദ്ധ നേടുന്നു. അവിടെ വെച്ച് തൊഴിൽ സംസ്കാരം ചൂഷിതമാണല്ലോ, അവിടെ സ്ത്രീയുടെ തൊഴിൽ സവിശേഷം ചൂഷിതമാണല്ലോ, അല്ലെങ്കിൽ തൊഴിലെടുക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത് ഒരു പുറത്ത് എംപവേർഡ് ആയിട്ടുള്ള കുടുംബശ്രീ ആയിട്ട് അവതരിപ്പിക്കുമ്പോഴും അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഏലിയനേറ്റഡ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ ലോകം എന്തെന്ന് ചോര പൊടിയാതെ ശ്രീജ കാണിക്കുന്നുണ്ട്. ചോര പൊടിയുന്നില്ല ഇതിലല്ലേ, ഇവർക്കൊന്നും ദുഃഖിതയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആളൊന്നുമല്ല ശ്രീജ കാണിച്ചിരിക്കുന്നത്. പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെയാണ്, പണി ചെയ്യുന്ന സ്ത്രീ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതേ പണി ചെയ്യുന്ന സ്ത്രീ ആയിട്ട് സ്വന്തം ഉമ്മുമ്മാനെ ചിന്തിച്ച ആളല്ലേ ഇവിടെ ഇരിക്കുന്ന സാറ, ഇല്ലേ? അങ്ങനെ വരുമ്പോ ഉമ്മുമ്മയല്ല, അവര് വംശപരമ്പരയാണ്. ഇതിലേക്കുള്ളൊരു തെളിച്ചുണ്ടല്ലോ, ആ ഒരു വിരിവ്, ഇതാണ് ഈ സ്ത്രീകളുടെ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോ ശ്രീജയ്ക്ക് തൊഴിലാളികളുടെ ജീവചരിത്രമില്ല. ഇനി അത് അടുത്ത കാര്യം. ചിത്രങ്ങളുടെ കോമ്പോസിഷനിലുള്ള നായികാവൽക്കരണവും ആർക്കൈവൽ ടോണും പോലെയുള്ള ചിത്രഭാഷാ ഘടകങ്ങൾ മുൻനിർത്തിയാൽ അവർ ഒരു മധ്യവർഗ സ്ത്രീയുടേതുപോലെയുള്ള അകലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് സമൂഹത്തിലെ മറ്റ് സ്ത്രീകളുടെ സവിശേഷ തൊഴിലിട ദൃശ്യതയെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നതെന്ന് പറയാം. എന്നാൽ ചില സ്ത്രീകൾ, പ്രത്യേകിച്ചും തൊഴിലാളിയുടെ ജീവചരിത്രം ഉള്ളവർ, കലയും അധ്വാനവും തമ്മിൽ കണ്ടെത്താൻ ശ്രമിക്കുന്ന മറ്റൊരു തരത്തിലുള്ള ബന്ധമുണ്ട്. അത് നാലാമത് ഞാൻ പറഞ്ഞ കാര്യം. ഇതിലൊക്കെ ഇപ്പൊ ഈ ശ്രീജ മാത്രമായിട്ടുള്ള ഒറ്റപ്പെട്ട എക്സാമ്പിൾ അല്ല കേട്ടോ. ഇതിലിനി എത്രത്തോളം ഈ തിരിച്ചറിവുകൾ കലാഭാഷയിലേക്ക് മാറ്റി ആളുകൾ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ടോ അവരെയൊക്കെ ഇവിടെ കൊണ്ടുവരാം നമുക്ക്. ഇറ്റ്സ് എ ലാർജർ, ഇതൊരു വർക്കിംഗ് പേപ്പറാണ്. അപ്പൊ ഞാൻ ആവുന്നത് ഇപ്പൊ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നാലാമത്തെ ഒരു കാര്യം അതോടുകൂടി തീർക്കാം. വ്യവസ്ഥയുടെ സഹായത്താലല്ലാതെ കലാകാരി ഉണ്ടായി വരുന്നത്. നമ്മളുടെ ഇടയിൽ ഇവിടെ അധികവും വന്നിരിക്കുന്നത് നമ്മൾ മധ്യവർഗ സ്ത്രീകൾ തന്നെയാണ്. മോസ്റ്റ് ഓഫ് us ആർ ഹെറ്ററോസെക്ഷൽ വിമൻ. അപ്പൊ നമുക്കാണ് ഈ വ്യവസ്ഥ ഭയങ്കര ഭാരം. വ്യവസ്ഥയില്ല, വ്യവസ്ഥ മോശമായതുകൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ നമ്മളാണ് പറയാറ്. പക്ഷേ ഒരാൾ ചിത്രകാരിയാവാൻ എന്ത് സാഹചര്യം വേണം? പഠിക്കാൻ വിടാത്തത് കൊണ്ട് കണ്ണുകൊണ്ട് കലാശം കാണിച്ചിട്ടാണ് അത്രേ പത്മിനിയെ പഠിപ്പിക്കാൻ തീരുമാനമെടുത്തത്. പറഞ്ഞിട്ടല്ല അത്രേ. പത്മിനി ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. ചായ കൊണ്ടു കൊടുത്തിട്ട് കണ്ണിലുണ്ടായിരുന്നു ദൈന്യത. അത് കണ്ട ഉദാരമതിയായ അമ്മാവനാണ് പത്മിനിയെ പഠിക്കാൻ വിട്ടത്. ഇതൊക്കെയാണ് കഥ. ഈ കഥ നിങ്ങളൊന്ന് നമ്മുടെ കാലമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ പഠിക്കാൻ വിട്ടാൽ മാത്രമേ കലാകാരിയാവാൻ പറ്റൂ? സ്ഥാപനത്തിന് അപ്പുറത്ത്, ടോട്ടൽ സ്ഥാപനങ്ങളുടെ അപ്പുറത്ത് കലാകാരികൾ ഉണ്ടാവാൻ പറ്റുമോ? അതിന്റെ രണ്ട് കഥ പറയാം. സത്യഭാമ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ചിത്രകാരി ആയിരുന്നില്ല. സത്യഭാമ അമ്മായി. മറിച്ച് കഠിനാധ്വാനിയായ ഒരു നിർമ്മാണ തൊഴിലാളിയും കട്ടപ്പണിക്ക് പോണ ആളായിരുന്നു. തന്റെ പ്രദേശത്തെ വീടുകളിൽ വീട്ടുസഹായിയായി പണിയെടുത്ത ആളുമായിരുന്നു. അവരുടെ അനന്തരവൻ വിഷ്ണുപ്രിയൻ കേരളത്തിലെ ഫൈൻ ആർട്സ് കോളേജിൽ ബിരുദപഠനം നടത്താൻ തുടങ്ങിയപ്പോൾ കലാപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ അത്ഭുതങ്ങൾ കൂടി സത്യഭാമയുടെ നിത്യക്കാഴ്ചയായി. മറ്റ് കലാകാര സുഹൃത്തുക്കളുമായും അമ്മായിക്ക് അടുപ്പവും സ്നേഹവും വന്നു. കൂടുതൽ സന്തോഷകരമായ രീതിയിൽ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കലയിലൂടെ പേരിൽ ചെയ്യുന്ന ആളുകളുടെ പരസ്പര പിന്തുണയുള്ള ഉറ്റവരുടെ ഒരു കൂട്ടം അമ്മായിക്ക് ചുറ്റും ഉണ്ടായി. എന്നാൽ അവർ തമ്മിൽ സൂക്ഷ്മമായൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ആ യുവാക്കൾ കലയുടെ വിദഗ്ധ പഠന സംഘം ആയിരുന്നു, നമ്മളെപ്പോലെയൊക്കെ. അവർ തങ്ങളെ ബന്ധിച്ചിരുന്ന പ്രത്യയശാസ്ത്രങ്ങളുടെയും വ്യാഖ്യാനങ്ങളുടെയും സ്വത്തുക്കളും ഭാരങ്ങളും അതിൻ്റെയൊക്കെ ഭാരമൊന്നും നമ്മുടെ സത്യഭാമയുടെ കയ്യിലില്ല. സ്വന്തം ആഖ്യാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലും കടലാസിൽ ഇടം നിറയ്ക്കാൻ തൻ്റെതായ ചിത്രപരമായ വഴികൾ കണ്ടെത്തുന്നതിലും ശില്പനിർമ്മാണത്തിനുള്ള ഉപകരണങ്ങളായി സ്വന്തം വീട്ടുപകരണങ്ങളും വിഭവങ്ങളും തന്നെ മറ്റൊരു രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിലുമാണ് സത്യഭാമ ശ്രദ്ധിച്ചത്. ഒരു ഉദാഹരണം പറയാം. അവരുടെ ഒരു വർക്ക് കൈപ്പയ്ക്ക നുറുക്കാണ്.
കൈപ്പയ്ക്ക നുറുക്ക് കയ്യിൽ വെറുതെ ഉരുട്ടി 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 കൈപ്പയ്ക്ക പോലെ ആക്കി കൂട്ടിച്ചേർത്ത് അവർ പ്ലേറ്റിൽ ന്യൂസ് പേപ്പറിൽ വെച്ച് പുറത്ത് വെച്ച് കൈപ്പയ്ക്ക ഉണക്കണ പോലെ തന്നെ അവർ ഈ എന്താണ് മണ്ണ് കൊണ്ട് ചെയ്ത കൈപ്പയ്ക്കയും ഉണക്കി. അത് കഴിഞ്ഞിട്ട് അവർ അത് തന്നെ കിലനിൽ വെച്ചിട്ട് വാർത്തു. അത് മരുമകൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചതാ. അത് അവരുടെ ഒരു വർക്ക് ഓഫ് ആർട്ടായി. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി അതിൻ്റെ അത് വെയിലത്ത് വെച്ചപ്പോൾ അതിന് ചുറ്റും 2 കാക്കകളെ ഉണ്ടാക്കി വെക്കണം. അതും അവർ മണ്ണിൽ മെനഞ്ഞ് 2 കാക്കകളെയും വെച്ചു. അപ്പൊ കാക്ക വന്ന് കൊത്തില്ല, അല്ലെങ്കിൽ കാക്കയുടെ വിചാരം ഇത് ശരിക്കുള്ള കൈപ്പയ്ക്കാണെന്നാണ്. അപ്പൊ ഇതൊക്കെ അവര് ഇങ്ങനെ, അതായത് ഒരു മിനിറ്റ് കേട്ടോ. യെസ്, തകർന്ന തകിടുകളോ പെയിന്റ് ബക്കറ്റുകളോ പൊട്ടിയ കിണ്ണങ്ങളോ ഒക്കെ പെയിന്റിങ്ങിന്റെ പ്രതലങ്ങളാക്കി മാറ്റുന്നതിലും സത്യഭാമയ്ക്ക് മീഡിയത്തിന്റെ ഭാരം ഉണ്ടായിരുന്നില്ല. അതിൽ രസം കണ്ടെത്തുകയും ചെയ്തു. അവരുടെ ആശയപരമായ ചിന്തയുടെ വേരുകൾ കലയുടെ ഏതെങ്കിലും എണ്ണപ്പെട്ട ചരിത്രത്തിലല്ല, അവർ ജീവിക്കുന്ന ക്രമരഹിതമായ നിമിഷങ്ങളിലാണ്. അപ്പോഴൊക്കെ അധ്വാനം അതിന്റെ അവ്യക്തതയിലും ലക്ഷ്യമില്ലായ്മയിലും കേവല ആനന്ദത്തിലും അവിടെ സൗന്ദര്യാത്മകമായി മാറുന്നു. അതിൽ അത്ഭുതമില്ല. കൂലിയായി മാറുന്നതും നിർമ്മാണത്തിലും പരിചരണത്തിനും അപ്പുറം തനിക്ക് ഇടപാടില്ലാത്തതായി മാറുന്നതുമായ അധ്വാനശീലത്തിൽ നിന്നും സത്യഭാമ വിടുതൽ നേടുകയാണ്. സത്യത്തിൽ സത്യഭാമ ഇപ്പൊ ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ എന്താ ഉണ്ടായത്? അവർക്ക് കൂലിയൊന്നുമില്ല. പക്ഷെ അവർ കൂലി കിട്ടുന്ന ചില പണികൾ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായ ഒരു മൂല്യത്തിലേക്ക് അവര് വിടുതൽ നേടിക്കൊണ്ടിരുന്നു. ഈ പൊതുവായ മുതലാളിത്ത ധാരണകളിൽ നിന്നും അഴിച്ചു മാറ്റിയ മറ്റൊരു തരം അധ്വാനമാണത്. പക്ഷെ അതിനുള്ള സ്വാഭാവികമായ അവകാശം ജാതി, വർഗ, ജെൻഡർ സൂചകങ്ങൾ അനുസരിച്ചിരിക്കും. ആ അവകാശം എല്ലാ തലത്തിലും നിഷേധിക്കപ്പെട്ട പരിസരങ്ങളിലിരുന്ന് ഒരാൾ അത് ചെയ്യുമ്പോൾ സമൂഹത്തിന്റെ ആദ്യ പ്രതികരണം അത്ഭുതമായിരിക്കും. ഇവരിതൊക്കെ ചെയ്തുവോ? ഒരു തൊഴിലാളി സ്ത്രീ ചിത്രം വരച്ച് എക്സിബിഷൻ ചെയ്യുന്നു. ഉടനെ പത്രങ്ങൾ തലക്കെട്ട് വെണ്ടയ്ക്കാൻ നിരത്തി. ഒരു തൊഴിലാളി സ്ത്രീ കലാകാരിയായി മാറുന്നതിന്റെ അതിശയകരമായ ഉദാഹരണമായി അവർ ചിത്രീകരിക്കപ്പെട്ടു അടുത്തിടെ നടന്ന എക്സിബിഷനിൽ. അവരുടെ യഥാർത്ഥ കലാപരമായ അധ്വാനവും അതിലെ പൊതുസഞ്ചയത്തിലെ കലാകാരനായിട്ടുള്ള അവരുടെ പ്രതിനിധാനവും തമ്മിൽ സൂക്ഷ്മമായ വിടവുണ്ട്. അതായത് അവരുടെ യഥാർത്ഥ കലാപരമായ അധ്വാനം എന്താണ് എന്ന് നോക്കിയാൽ അത് വളരെ അൺപ്രൊഡക്റ്റീവായുള്ള ലേബറുകളിലേക്കുള്ള ഒരു തെന്നിമാറി നടത്തമാണ്. പക്ഷെ അതൊന്നും ആരും കാണുന്നില്ല. പകരം നമ്മുടെ പത്രങ്ങളിൽ നിരത്തുന്ന ക്യാപ്ഷൻ എന്ന് ചോദിച്ചാൽ തൊഴിലാളി സ്ത്രീ പടം വരച്ചു എന്നുള്ളതാണ്. കാരണം തൊഴിലാളി സ്ത്രീ പടം വരയ്ക്കാനുള്ള ആളല്ല, തൊഴിലാളി സ്ത്രീക്കല്ല അതിനുള്ള അർഹത. ഇപ്പൊ നമ്മളൊക്കെ പടം വരയ്ക്കാൻ ചെന്ന് നിന്ന അധ്യാപിക പടം വരച്ചു എന്നതിനെ കുറിച്ച് ആരും പറയില്ല. ഇവിടെയാണ് നമ്മൾ അറിയാതെ നമ്മളിൽ ഒരു പ്രിവിലേജ് പ്രവർത്തിക്കുന്നുണ്ട്. അതും കൂടി മനസ്സിലാക്കുമ്പോഴാണ് ഈ പ്രിവിലേജ് ഇല്ലായ്മ ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയിലെ ബൗദ്ധികാധ്വാനത്തെ എങ്ങനെ മറച്ചു വെക്കുന്നു എന്ന് കാണാം. ഇപ്പൊ ഇവരെ കുറിച്ച് എഴുതുമ്പോഴും സൂക്ഷിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളും നമ്മുടെ ഉള്ളിലെ എക്സോട്ടിക് ആശയങ്ങൾ വെച്ച് അമ്മായി ഒന്ന് പഠിക്കാണ്ട് ഇത്രയൊക്കെ ചെയ്തില്ലേ, ഇങ്ങനെയൊക്കെ ആലോചിച്ച് പോയി കഴിഞ്ഞാൽ ആ ഒറ്റ സെന്റൻസിലുണ്ട് നമ്മുടെ അധികാരഘടന. പഠിച്ചാലേ വരയ്ക്കാൻ പറ്റൂ എന്നുള്ള തോന്നൽ കൊണ്ടാണ് നമുക്ക് അവരൊരു വിചിത്ര ജീവിയായിട്ട് തോന്നുന്നത്. സത്യത്തിൽ ഒരു വൈചിത്ര്യവും ഇല്ല. അവർ കലയുടെ, നമ്മൾ എല്ലാ മനുഷ്യരും ചെയ്യും പോലെ തന്നെ കലയുടെ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് സ്കിഡ് ചെയ്ത് പോയതാ. അവര് വിടുതൽ നേടിപ്പോയതാ, അവർ സന്തോഷിച്ചതാ. ഇതുപോലെ സന്തോഷിച്ച അടുത്ത ആളാണ് തന്റെ മകനുമൊത്തുള്ള ജീവിതത്തിലൂടെ സമീപകാലത്ത് ഒരു ചിത്രകാരിയായി പരിണമിച്ചിരിക്കുന്ന ദേവു നെമ്മാറ ആവട്ടെ ഇതുവരെ പ്രദർശനങ്ങൾ നടത്തിയിട്ടില്ല. അതാണ് ദേവുവിന്റെ അയൽക്കാരി അമ്മായി. ഞാനൊക്കെ ചെല്ലുമ്പോൾ ഇടയ്ക്ക് അവരുടെ ആട്ടിൻകുട്ടീനെ അപ്പുറത്തെ വീട്ടിലെ അമ്മായിക്ക് കൂടെ പറഞ്ഞേക്കും, ഞങ്ങളോട് വർത്താനം പറയാൻ വേണ്ടിയിട്ട്. അവരുടെ ഇടയിലൊക്കെ ലേബറൊക്കെ അങ്ങോട്ടും സഹകരണം നടത്തുന്ന കാണുന്നത് നല്ല രസമാണ്. രസമാണെന്ന് വെച്ചാൽ അതന്നെ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കമന്റിൽ എക്സോട്ടിസൈസിങ് ഉണ്ട്. കാരണം എനിക്ക് അനുഭവം ഇല്ലാത്തതാണ് വേറൊരാൾക്ക് അനുഭവം ഉള്ളതേ. അതാണ്, എനിക്കൊരാൾക്കൊരു തരി പണി ഒരു പ്ലേറ്റ് അഡീഷണൽ കഴുകണമെങ്കിൽ കൂലി കൊടുത്താലേ പറ്റൂ. കൊടുക്കും. അത് വേറെ തരം പ്രൊഡക്റ്റീവ് ലേബർ അവരുടെ ന്യായമാണെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഒരു ദിവസം പറ്റിയില്ല, നീ എൻ്റെ ആടിനെ കൊണ്ടുപോ എന്ന് പറയാൻ പറ്റുന്നു അവർക്ക് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കൾച്ചറൽ വ്യത്യാസമായിട്ട് തന്നെ ഞാൻ കാണുന്നത്. എന്തായാലും അവരൊരു പെയിന്റിംഗ് ആണ് ഇപ്പുറത്ത് കാണുന്നത്. അയ്യോ, ഇത് തിരിഞ്ഞുപോയി. അതിനെ തിരിച്ചു നോക്കണം കേട്ടോ. സോറി, രാത്രി
നോക്കിയതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ഇവരാരാന്ന് പറയാം. കേരളത്തിൻ്റെ ഒരു തൊഴിലാളി വർഗ ചരിത്രത്തിലും കാണാത്ത തൊഴിൽ ശൂന്യ മനുഷ്യരുടെ ഒരു ലോകമുണ്ട്. ദേവുവിൻ്റെ പൂർവികർ നെയ്ത്തുകാരാണ്. ഇന്ന് നെയ്ത്തിനായുള്ള പ്രകൃതിയുടെ ഭൗതിക വിഭവം വളരെ ദരിദ്രമാണ്. അവർ നെയ്യുന്ന മെത്തകൾക്ക് വിപണിയില്ല. അവരെ പോലുള്ള ആളുകൾക്ക് അന്യവൽക്കരിക്കപ്പെട്ട വ്യാവസായിക തൊഴിൽ പിന്തുടരാനുള്ള ഒരു അവസരം ഉണ്ടായില്ല. ഫാക്ടറി പോയിട്ട് ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടായില്ല. വിദ്യാഭ്യാസം ഒരു മനുഷ്യന് ഈ ലോകത്ത് തരാവുന്ന ഒരു തൊഴിലിലേക്കും ദേവുവിന് കടക്കാൻ പറ്റിയിട്ടില്ല. കേരളത്തെ പാലക്കാട് ജില്ലയിലെ നെമ്മാറ പ്രദേശത്ത് വ്യാപകമായ ക്വാറികൾ സൃഷ്ടിച്ച വലിയ തോടിന് സമീപമാണ് അവർ കുടുംബത്തോടൊപ്പം താമസിക്കുന്നത്. എന്നാൽ അവരുടെ മകൻ സർക്കാരിൽ നിന്ന് പെയിന്റിംഗിൽ ബിരുദം നേടി. തൃശ്ശൂരിലെ ഫൈൻ ആർട്സ് കോളേജ് 2014 കൊച്ചി ബിനാലയിൽ പങ്കെടുത്തവരുടെ പട്ടികയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കലാകാരനായി. ഷാർജ ബിനാലയിൽ പങ്കെടുക്കാൻ പോയ ഉണ്ണികൃഷ്ണൻ പിന്നീട് സ്വിറ്റ്സർലൻഡിൽ സോളോ ചെയ്തു. ഈ വർഷങ്ങളുടനീളം ദേവു തൻ്റെ മകനെ അടുത്ത് പിന്തുണയ്ക്കുകയും അവൻ ജോലി ചെയ്യുന്നത് നിരീക്ഷിക്കുകയും ചെയ്തു. ഈ സമയത്തൊക്കെ ഞാൻ അവരുടെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവരുടെ പേരെന്താന്ന് പോലും ചോദിച്ചിട്ടില്ല. ഇവർ ഒരു കലാകാരിയാവുന്ന എനിക്ക് ഒരു ധാരണ, ഒരു ചെറിയ സൂചന പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അവരുണ്ടാക്കി തന്ന നല്ല ഭക്ഷണമൊക്കെ കഴിച്ചാൽ ഞാൻ ഇങ്ങോട്ട് പോകുന്നു എന്നല്ലാതെ അവരോട് നിങ്ങളുടെ പേരെന്താന്ന് ചോദിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഉണ്ണിയുടെ ഒരു ജീവിതം, 10 കൊല്ലത്തെ ജീവിതം ഈ അമ്മ കണ്ട് അമ്മ ഉണ്ണി വരയ്ക്കണ പോലെ വരച്ചൊന്നുമില്ല. ദേവുവിൻ്റെ വര വേറെയാണ്. അത് സൂപ്പർ കളറിസ്റ്റാണ്. ദേവുവിൻ്റെ കളറിസ്റ്റ് എന്നുള്ള നിലയ്ക്കുള്ളൊരു ഐഡന്റിറ്റി എന്താണെന്ന് അറിയണമെങ്കിൽ അവരോട് ദീർഘമായി സംസാരിക്കുകയും ഇടപെടുകയും വേണം. അതിന് ഞാനിപ്പോഴും പ്രാപ്തമല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അതിനെ വിശദമായിട്ട് പറയുന്നില്ല. കാരണം അതൊരു വേറൊരു സൂക്ഷ്മമായ പണിയാണ്. കാരണം നമ്മൾ പഠിച്ചു വെച്ച പല പാഠങ്ങളെയും നമ്മൾ തിരുത്തി ആലോചിക്കേണ്ടി വരും. ആൻഡ് ടു റൈറ്റ് അബൌട്ട് ദാറ്റ് യു നീഡ് അനദർ ലാംഗ്വേജ്. ഇത്ര കാലം പഠിച്ചിട്ടുള്ള തിയറി ഒന്നും അവിടെ പറ്റില്ല. ഇത്രയും നേരം പറഞ്ഞ ഒരു കാര്യത്തിനും അത് പറ്റില്ല. കാരണം ഫെമിനിസ്റ്റ് തിയറി പലപ്പോഴും ഒരു വ്യാപകമായിട്ടുള്ളൊരു തിയററ്റിക്കൽ ഫോർമാറ്റാണ്. ആ ഫോർമാറ്റ് അനുസരിച്ചൊന്നുമല്ല ഇവിടെ മനുഷ്യർ ജീവിച്ചിട്ടുള്ളത്. കല നടക്കുന്നതും അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കല നടക്കുന്നതിന് ഉള്ളിൽ കാണാൻ ആവശ്യമായൊരു മെത്തഡോളജിക്കൽ ഫ്രെയിംവർക്ക് നമുക്ക് പലപ്പോഴും തിയററ്റിക്കൽ സ്റ്റഡീസ് നൽകുന്നുണ്ട്. പക്ഷേ ആ നൽകുന്ന ഫ്രെയിംവർക്കിലൂടെ നമ്മൾ ജീവിച്ച ജീവിതം എന്തോ അത് എഴുതുമ്പോൾ ഭാഷ വേറെയായിട്ട് വരും. അത് വേറെ ആയി വരുന്ന ഘട്ടത്തിലെ ഒരു മനുഷ്യന് മനസ്സിലായി, ആ ഭാഷ എനിക്ക് മനസ്സിലായി എന്ന് പറയാനും പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവരെക്കുറിച്ചുള്ള ഇപ്പോൾ പറയുന്നില്ല. പക്ഷെ ദേവു അടുത്ത് തന്നെ ലളിതകല അക്കാദമിയുടെ ഒരു സോളോ അല്ല, ഒരു എന്താണ് 2 പേരുടെ ഷോയിൽ പങ്കെടുത്ത് അവരുടെ വർക്കുകൾ കാണിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അക്കാഡമി ദേവുവിൻ്റെ ചിത്രങ്ങൾ കാണിക്കുമ്പോഴും നോക്കിക്കോളൂ ഇനി പത്രക്കാരെന്തായിരിക്കും എഴുതുക എന്നുള്ളത് രസമാണ്. അവരെ കുറിച്ച് പക്ഷെ തൊഴിലാളി എന്ന് എഴുതാനും പറ്റില്ല, എന്താണെന്ന് എഴുതാൻ പറ്റാത്ത, അത് ഭയങ്കര രസമാണ്, കണ്ടിരിക്കാൻ രസമായിരിക്കും. അത് ഈ എക്സിബിഷൻ കഴിഞ്ഞപ്പോൾ ഇതിനെ കുറിച്ചിട്ട് നമ്മുടെ എക്സിബിഷൻ കഴിഞ്ഞപ്പോഴും തുടങ്ങിയ സമയത്തും സ്ത്രീകളുടെ ഒരു എക്സിബിഷൻ എന്ന് വെച്ചാൽ എന്തോ പാർശ്വവൽകൃതരായിട്ടുള്ള മനുഷ്യരാണ് സ്ത്രീകൾ എന്നും ഇതെല്ലാം മൊത്തത്തിൽ ഇന്നും സ്ത്രീകളുടെ കണ്ടീഷൻ ഭയങ്കര കഷ്ടമാണെന്നും ഒക്കെ പറയുന്ന ഒരു നെറേറ്റീവാണ് നമ്മുടെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് സത്യത്തിൽ ഇന്നത്തെ എൻ്റെ പ്രസന്റേഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അതും കൂടി വായിച്ചിട്ട് നിർത്താം. ഇന്ന് കേരളത്തിൽ കലാകാരികൾ പാർശ്വവൽകൃതരല്ല എന്നതാണ് വാസ്തവം. അത് അവരുടെ കലാഭാഷയുടെ ബൗദ്ധികമായ ചില വഴികൾ തൊട്ട് കാണിച്ച് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? കലാകാരികളുടെ നിലനിൽപ്പിന്റെ പാർശ്വവൽക്കരണം ഇതിനകം തന്നെ വളരെയധികം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. സാക്ഷര മാധ്യമ ലോകം സ്ത്രീ വിഷയത്തിന്റെ അരികുവൽക്കരണം സ്ഥാപിച്ചെടുക്കുന്നതിൽ മത്സരിച്ച് സന്തോഷിക്കുകയാണ്.